കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? താങ്ക് യു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ബൈബിൾ സ്റ്റഡി എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞിരുന്ന പോലെ ഞാൻ ഷിക്കാഗോയിൽ ഒരു 3 ദിവസത്തെ മീറ്റിങ്ങിലായിരുന്നു. ഞാൻ ആ മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ജോയിൻ ചെയ്യാമെന്നുള്ള വിചാരത്തിലായിരുന്നു പറഞ്ഞത്. പറ്റുകയാണെങ്കിൽ നടത്താം. പക്ഷെ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ദൈവം സഹായിച്ച് നല്ല മീറ്റിങ്ങുകളായിരുന്നു. സീൽ ഫോർ ഗോഡ്സ് ഹൗസ്, ദൈവത്തിന്റെ ആലയത്തെ പറ്റിയുള്ള എരിവെന്ന് പറഞ്ഞ വിഷയത്തിലായിരുന്നു അവിടുത്തെ മെസ്സേജുകളുടെ സബ്ജക്റ്റ്. നല്ല മീറ്റിങ്ങുകളായിരുന്നു. സൗരന്മാര് പലരും നന്നായിട്ട് ദൈവവചനം ഷെയർ ചെയ്യും. വളരെ ബ്ലെസ്സിങ് ആയിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ തിരിച്ച് എത്തി. യാത്രയെല്ലാം ദൈവകൃപയാൽ നന്നായിരുന്നു. നമ്മൾ റോമാലേഖനം 7-ാമത്തെ അധ്യായം ആയിരുന്നു നമ്മൾ കഴിഞ്ഞ 8-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 14-15 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് നമ്മൾ ആ ലേഖനത്തിലെ മുമ്പോട്ടുള്ള വാക്യങ്ങൾ. അതിന്റെ 27 വരെയുള്ള വാക്യങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള എടുക്കാൻ സമയം ഉണ്ടാവുമെന്നറിയില്ല. എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അതൊരു പർട്ടിക്കുലർ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റുകളായതുകൊണ്ട് നമ്മളത് അതിന്റെ 14 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആദ്യത്തേത് നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ പിതാവായ ദൈവവുമായിട്ട് നമുക്കുണ്ടാകുന്ന റിലേഷനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ, പിന്നീട് തുടർന്ന് ഈ ഭൂമിയുടെ വീണ്ടെടുപ്പിനെ പറ്റി പൗലോസ് സബ്ജക്റ്റ് മാറുകയാണ്. അവസാനത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ ഞരങ്ങുന്നതിനെ പറ്റി, ഈ ഭൂമി ഞരങ്ങുന്നത് പോലെ വിശ്വാസികളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഞരക്കത്തെ പറ്റി ഇത് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. നമ്മൾ മുമ്പോട്ട് കുറച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു, റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസിന്റെ സുവിശേഷം, എങ്ങനെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്നുള്ള ആ സുവിശേഷം ഏകദേശം പൗലോസ് 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്. 9 മുതൽ പൗലോസ് പൗലോസ് ഈ ലേഖനം എഴുതുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് കടക്കുന്നത് 9 മുതലാണ്. പക്ഷെ ആ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൗലോസ് 8-ാമത്തെ അധ്യായം ആകുമ്പോഴേക്കും തീർക്കുകയാണ്. നേരം റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി സ്വന്തം ശക്തിയിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം ഫുൾഫിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണമോ പുതിയ നിയമ ദൈവിക കൽപ്പനകളോ ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ റിസൾട്ടാണ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. അത് പൗലോസിന്റെ പ്രീ കൺവേർഷൻ എക്സ്പീരിയൻസ് ആണ്. എന്നാൽ അത് ഏതൊരു വിശ്വാസിക്കും സ്വന്തം ശക്തിയിൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഏതൊരു വ്യക്തിയും ശ്രമിച്ചു കഴിഞ്ഞാലും റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മളത് വളരെ വിശദമായിട്ട് ചിന്തിച്ചു. നേരം അത് പഴയ നിയമ ന്യായപ്രമാണമാണെങ്കിലും പുതിയ നിയമ ദൈവിക കൽപ്പനകളാണെങ്കിലും ഗിരിപ്രഭാഷണമാണെങ്കിലും യേശുക്രിസ്തുവിന്റെ കൽപ്പനകളാണെങ്കിലും, എങ്ങനെയാണെങ്കിലും രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാണെങ്കിലും അത് സ്വന്തം ശക്തിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ എത്തിച്ചെല്ലുന്ന അവസ്ഥയാണ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. അതാണ് മാക്സിമം ഒരു വ്യക്തിയുടെ വിശുദ്ധ ജീവിതത്തിന് സ്വന്തം ശക്തി കൊണ്ട് ശ്രമിക്കുന്നതിന്റെ മാക്സിമം അതാണ്. അത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അവിടെ വന്നിട്ട് നിൽക്കുകയാണ്. ഞാനിത് പറഞ്ഞപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചു. ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ഞാനത് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ക്ലിയർ ചെയ്തതാണ് വിചാരിക്കുന്നത്. പൗലോസിന്റേത് വീണ്ടും ജനിക്കുന്നതിന് മുമ്പുള്ള പൗലോസിന്റെ സ്ട്രഗിളാണ് പൗലോസ് വിശദീകരിക്കുന്നത്. കാരണം പൗലോസ് ന്യായപ്രമാണം പൂർത്തീകരിക്കാനായിട്ട് ശ്രമിച്ചതാണ്. ഞാനത് പറയാനുള്ള കാരണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിൽ പറയുന്ന പല വാക്യങ്ങളും വീണ്ടും ജനിച്ച പൗലോസിന് പറയാൻ കഴിയുന്നതല്ല. ഞാൻ പാപത്തിന്റെ അടിമയാണെന്നും എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പാപമാണ് എന്നെ കൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതെന്നും ഞാൻ പാപത്തിന് ബദ്ധനായിരിക്കുന്നുവെന്നും ഞാൻ ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നും പൗലോസിന് ഒരിക്കലും രക്ഷിക്കപ്പെട്ടതിന് ശേഷം പറയാനായിട്ട് കഴിയത്തില്ല. മാത്രമല്ല, റോമാലേഖനം എഴുതുമ്പോൾ ഞാൻ അതിന്റെ കോണ്ടക്സ്റ്റ് വിശദീകരിച്ചിരുന്നു. പൗലോസ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഏകദേശം 25 വർഷങ്ങൾ കഴിഞ്ഞിട്ട് എഴുതുന്ന ഒരു ലേഖനമാണ്. നേരെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം 25 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള പൗലോസിന്റെ പ്രസന്റ് ജീവിതാനുഭവം പൗലോസ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ എഴുതുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയത്തില്ല. മാത്രമല്ല, റോമാലേഖനം 7-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അവിടെ പൗലോസ് ന്യായപ്രമാണം പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നതിനെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ പൗലോസ് ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനായി. എന്നിട്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു 30 വർഷത്തോളം കഴിയുമ്പോൾ പൗലോസ് ന്യായപ്രമാണം ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴുള്ള സ്ട്രഗിൾ പൗലോസ് വിശദീകരിക്കേണ്ട കാര്യമില്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ്. എന്നിട്ട് പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവിക ന്യായപ്രമാണങ്ങൾ മനസ്സിലാക്കി അത് സ്വന്തം ശക്തിയിലായിട്ട് പൂർത്തീകരിക്കാൻ ശ്രമിക്കുമ്പോഴുള്ള ഒരു സ്ട്രഗിൾ ആണ് അവിടെ വിശദീകരിക്കുന്നത്. അതിന്റെ 3 ഭാഗങ്ങൾ പൗലോസ് തന്നെ വിശദീകരിക്കുന്നു. ആദ്യം ന്യായപ്രമാണം ഇല്ലാതിരുന്ന ഒരു കാലം, 2 ന്യായപ്രമാണം ഉണ്ടായിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിച്ച് അതിനെ ബ്രേക്ക് ചെയ്ത് ആത്മീയമായി മരണത്തിലേക്ക് പോകുന്ന ഒരു കാലം, അതിനുശേഷം ന്യായപ്രമാണം അനുസരിക്കാനായിട്ട് സ്വന്തം ശക്തിയിൽ ശ്രമിക്കുന്ന ഒരു കാലം. അതിനുശേഷം 8ാമത്തെ അധ്യായത്തിലാണ് പൗലോസിന്റെ യഥാർത്ഥത്തിലുള്ള വിശ്വാസമുള്ള നീതീകരണമല്ല, നീതിമാൻ വിശ്വാസത്താൽ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളത് 8ാമത്തെ അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കുന്നത്. എന്നാൽ ഇതേ കാര്യം തന്നെ രക്ഷിക്കപ്പെട്ട വ്യക്തികൾ സ്വന്തം ശക്തിയിൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾ, ഈവൻ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും സ്വന്തം ശക്തിയിൽ ദൈവിക പ്രമാണങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പൗലോസിന്റെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ന്യായപ്രമാണം ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുന്ന അതേ അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചേരും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചിരുന്നു. ഒരു എഞ്ചിനുള്ള സൈക്കിളും എഞ്ചിൻ ഇല്ലാത്ത സൈക്കിളും എഞ്ചിൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ രണ്ടും ഒരുപോലെയാണ് എഫക്റ്റ് എന്നുള്ളത്. അതേപോലെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇത് ആപ്ലിക്കബിൾ ആവുന്നത്. ഈ 7ാമത്തെ അധ്യായം വരുന്നത്. എന്നാൽ 7ാമത്തെ അധ്യായത്തിൽ അങ്ങനെ ജീവിക്കേണ്ട ഒരു വിശ്വാസി ജീവിക്കേണ്ട ആവശ്യമില്ല. അതാണ് പൗലോസ് 8ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അത് കൂടുതൽ വിശദീകരിക്കുന്നത്. 8ാമത്തെ അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണം തന്നെ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡുകൾ തന്നെ ദൈവം എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ഉള്ളിൽ പ്രവർത്തിച്ച് ഫുൾഫിൽ ചെയ്യുന്നത്. അന്നേരം അതാണ് റോമാലേഖനം 8ാമത്തെ അധ്യായത്തിന്റെ 3ാമത്തെ വാക്യത്തിൽ പൗലോസ് ചുരുക്കമായിട്ട് വിശദീകരിക്കുന്നത്. ജഡത്താലുള്ള ബലഹീനത്വം ന്യായപ്രമാണത്തിന് സാധിക്കാഞ്ഞതിനെ സാധിക്കുവാനായിട്ടാണ് ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം വെച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വെച്ചു. നമ്മൾ വളരെ വിശദമായിട്ട് വിശദീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ജഡത്തെയല്ല, ആത്മാവിനെ അനുസരിക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടത്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ ആ നീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കൽപ്പനകളുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള നീതിയല്ല, അതിന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ യഥാർത്ഥ നീതി, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ദൈവത്തിന്റെ റൈച്ചസ്നെസ്, അത് നമ്മിൽ കൂടി ഫുൾഫില്ല് ചെയ്യാനായിട്ടാണ് യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനെ നമ്മൾ അയച്ചത്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നതിൽ കൂടി, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിൽ കൂടി, അല്ലെങ്കിൽ ദൈവം നമ്മൾ കൂടി പ്രവർത്തിക്കുന്നതിൽ കൂടി ആ ന്യായപ്രമാണത്തിന്റെ നീതി ദൈവം തന്നെ നമ്മൾ കൂടി ഫുൾഫിൽ ചെയ്യാം. ന്യായപ്രമാണത്തിന്റെ നീതി നമ്മൾ ആദ്യം ദൈവം ഇമ്പ്യൂട്ട് ചെയ്തു, ജസ്റ്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ആ നീതി നമ്മൾ കൂടി ഇമ്പാർട്ട് ചെയ്ത് ഫുൾഫിൽ ചെയ്യാം. ഞാനിതൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് കേൾക്കുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ വിശദീകരിക്കുന്നത്. അങ്ങനെ ന്യായപ്രമാണത്തിന്റെ നീതി, ദൈവം തന്റെ നീതി ഒരു വിശ്വാസിയിൽ കൂടി ചെയ്തെടുക്കുന്നതിനെ പറ്റിയാണ് റോമാലേഖനം 8ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ പ്രമാണമല്ല മാറുന്നത്, ഇല്ലെങ്കിൽ സ്റ്റാൻഡേർഡല്ല മാറുന്നത്, അത് ചെയ്യുന്ന വ്യക്തി മാറുക. അതാണ് അതിനുള്ള വ്യത്യാസം. റോമാലേഖനം 7ാമത്തെ അധ്യായത്തിൽ ഞാനായിരുന്നു അത് ചെയ്യുന്നതെങ്കിൽ റോമാലേഖനത്തെ 8ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ദൈവമാണ് അത് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. ഞാനത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. റോമാലേഖനം 7ാമത്തെ അധ്യായത്തിൽ ഞാൻ എന്നുള്ള പദം 25 പ്രാവശ്യത്തിൽ കൂടുതൽ വരുമ്പോൾ റോമാലേഖനത്തിൽ 8ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഞാൻ എന്ന പദം അപ്രത്യക്ഷമാകുന്നു. ഒരിടത്ത് മാത്രമാണ് പറയുന്നത്, അത് വിശ്വസിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ റോമാലേഖനം 7ാമത്തെ അധ്യായത്തിൽ ഇല്ലാതിരുന്നൊരു പദം 32 പ്രാവശ്യം റോമാലേഖനം 8ാമത്തെ അധ്യായത്തിലേക്ക് വരികയാണ്. അത് സ്പിരിറ്റ് എന്നുള്ള പദമാണ്. അന്നേരം ഞാൻ മാറി സ്പിരിറ്റ് വരുന്നത്. എനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഗലാത്യ ലേഖനം 2:23 പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഈ റോമാലേഖനം 6, 7, 8 അധ്യായങ്ങൾ സത്യത്തിൽ ഒറ്റ വാക്യത്തിൽ ചുരുക്കി പറയാമെങ്കിൽ ഗലാത്യ ലേഖനം 2:20 വാക്യമാണ്, അല്ലെങ്കിൽ 19-20 വാക്യങ്ങളാണ്. ഈ 3 അധ്യായങ്ങളും വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അന്നേരം ഞാൻ മരിച്ചു, ഞാൻ പാപത്തിൽ സ്വതന്ത്രനായി 6ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ ന്യായപ്രമാണത്തിന് മരിച്ചു എന്ന് റോമാലേഖനം 7ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിൽ കൂടി ജീവിക്കുന്നു എന്ന് 8ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും 2 വാക്യങ്ങൾ, ഈ 3 അധ്യായങ്ങൾ 2 വാക്യങ്ങളിലേക്ക് ചുരുക്കുകയാണ് പൗലോസ് ഇവിടെ. ഞാൻ ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിച്ചു, ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് റോമാലേഖനം 6ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഞാൻ, ഇല്ലെങ്കിൽ എന്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, നീക്കപ്പെട്ടു. ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു തന്നെ അത്ര എന്നിൽ ജീവിക്കുന്നത്. റോമാലേഖനത്തെ 7ാമത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ ഞാൻ പാപത്തെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും ന്യായപ്രമാണം ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുകയല്ല, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എങ്ങനെയാണ് ക്രിസ്തു എന്നിൽ കൂടി ജീവിക്കുന്നത്? അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താലത്തിൽ ജീവിക്കുന്നത്. അന്നേരം അവിടെ ആ പ്രിൻസിപ്പിൾ മാറുകയാണ്. ഞാൻ
ചെയ്യുന്നതിന് പകരം ഞാൻ വിശ്വസിക്കുകയാണ്. റോമലേഖനത്തെ ഏഴാമത്തെ അധ്യായത്തിൽ ഞാൻ ചെയ്യുകയായിരുന്നു, ഐ വാസ് ട്രൈയിങ്. എന്നാൽ റോമലേഖനത്തെ 8ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഐ ആം ട്രസ്റ്റിങ്. അതാണ് ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഞാൻ ജീവിക്കുന്നു. റോമലേഖനത്തെ 7ാമത്തെ അധ്യായത്തിൽ ഞാൻ ചെയ്യുകയായിരുന്നുവെങ്കിൽ റോമലേഖനത്തെ 8ാമത്തെ അധ്യായത്തിലേക്കും ക്രിസ്തു എന്നിൽ കൂടി ചെയ്യുകയാണ്. അന്നേരം എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ആ വിശ്വാസം. ആ വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നീതീകരണത്തിനായിട്ടുള്ള വിശ്വാസം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം തന്നെയാണ്. വിശുദ്ധീകരണത്തിനായിട്ടുള്ള വിശ്വാസവും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം തന്നെയാണ്. എന്നാൽ അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒന്ന് ഒരു ആക്ട് ഓഫ് ഫെയ്ത്തും മറ്റൊരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്തുമാണ്. അങ്ങനെ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ എന്നെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവിൽ കൂടി ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കുകയാണ്. നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റിയും ബാക്കിയുള്ള എല്ലാ റിലീജിയനും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മുടെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ പറയാം. നിങ്ങൾ ഇതുവരെ കേട്ടതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം കൂടെ ചോദിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, എന്താണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെയും ഇല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെയും ബാക്കിയല്ല എല്ലാ റിലീജിയനുകളുടെയും ജീവിതത്തിന് തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം എന്താണത്? നിങ്ങൾക്ക് പറയാം. ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം? ബാക്കിയെല്ലാ മതം കർമ്മം കൊണ്ടാണ് രക്ഷപ്പെടുന്നത് പറയുന്നു. ക്രിസ്ത്യാനി വിശ്വാസം കൊണ്ടാണ് സാൽവേഷൻ കിട്ടുന്നതെന്ന് പറയുന്നു. അതൊക്കെ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് വിശദീകരിച്ച കാര്യമാണ്. അതല്ല അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം. ഇതെല്ലാവർക്കും ജനറലി അറിയാവുന്ന കാര്യം. എല്ലാവരും കർമ്മമാർഗത്താൽ നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുന്നു. ക്രിസ്ത്യൻ ഫെയ്ത്തിൽ വിശ്വാസ മാർഗത്താൽ നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുന്നു. അതല്ലേ ഏറ്റവും അടിസ്ഥാന പ്രിൻസിപ്പിൾ ഉള്ള വ്യത്യാസം? അതല്ല പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, പരിശുദ്ധാത്മാവിന്റെ അതെ, അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഞാൻ ഈ പറയുന്ന കോണ്ടക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യത്യാസം. ആദ്യത്തെ ഭാഗം നമ്മൾ വിശദീകരിച്ചാണ്. ബാക്കി അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്രിസ്ത്യാനിറ്റിയും ബാക്കിയുള്ള റിലീജിയൻസും തമ്മിലുള്ള വ്യത്യാസത്തിൽ ബാക്കി എല്ലാവരും കർമ്മമാർഗത്താൽ നീതീകരിക്കപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസത്തിൽ പലരും പരാജയപ്പെടുന്നതിന്റെ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാഗത്ത് അവർ ശരിയാണ്, എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് ഇവരാണ് വിശുദ്ധീകരണത്തിനായിട്ട് ജീവിക്കുന്നത്. അതാണ് ഗലേഷ്യൻ ക്രിസ്ത്യൻസിന് പറ്റിയ പ്രശ്നം. ഞാനിത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ഗലേഷ്യനിസം എന്ന് പറയുന്നത് ആത്മാവിനാൽ തുടങ്ങി എന്നാൽ സ്വന്തം പ്രവൃത്തി കൊണ്ട് ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. എന്നാൽ നീതീകരണത്തിന്റെ ഭാഗത്ത് വിശ്വാസികൾക്ക് പലർക്കും കാര്യങ്ങൾ അറിയാം. എന്നാൽ വിശുദ്ധീകരണത്തിന്റെ ഭാഗത്ത് അവർ ചിന്തിക്കുന്നത് അവരാണത് വിശുദ്ധീകരണ പ്രവൃത്തികൾ ചെയ്തു. ദൈവത്തിന്റെ വിശുദ്ധീകരണ സ്റ്റാൻഡേർഡ് ഞാൻ ചെയ്തു തീർക്കേണ്ടതാണ്. ഞാൻ കടന്ന് കയറി കടന്നു പോകുന്ന പടവുകളാണ് വിശുദ്ധീകരണത്തിന്റെ സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇതല്ല യഥാർത്ഥത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസത്തിന്റെ വ്യത്യാസം എന്നുള്ളത്. ദൈവം ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ മാത്രമേ ആ കൽപ്പന കൊടുത്ത ദൈവം ഒരുവന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുള്ളൂ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ പോയാൽ ആ കൽപ്പനകളെ പറ്റി തന്നെ പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, കാര്യസ്ഥൻ വരും, അവൻ നിങ്ങളിൽ വസിച്ചുകൊണ്ട് തന്നെ പ്രവൃത്തി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അടിസ്ഥാനപരമായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒരു വിശുദ്ധ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ് വ്യത്യാസം. അന്നേരം അല്ലാതെ നമ്മൾ ഇപ്പം പറയുകയാണ് യേശുക്രിസ്തു വിശ്വസിച്ച് ഒരു നീതീകരിക്കപ്പെട്ടൊരുവൻ കർത്താവിന്റെ കൽപ്പനകൾ ഫോളോ ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്നതാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ അടിസ്ഥാനം തന്നെയാണ് ഇസ്ലാമിലും ഉള്ളത്, അല്ലെ? മുഹമ്മദ് കൊടുത്ത കൽപ്പനകൾ ഇല്ലെങ്കിൽ ആ പ്രമാണങ്ങൾ എല്ലാം അനുസരിക്കുന്നതാണ് മുഹമ്മദീനിസം ഇല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ബുദ്ധൻ കൊടുത്ത കൽപ്പനകൾ അനുസരിക്കുന്നതാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ മുഹമ്മദിനെ ഫോളോ ചെയ്യുന്നത് ഇസ്ലാമും ഇല്ലെങ്കിൽ ബുദ്ധനെ ഫോളോ ചെയ്യുന്നത് ബുദ്ധിസവും ആവുന്ന പോലെ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നതാണ് ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇതിലൊന്നും വ്യത്യാസമില്ല എന്ന് പറയും. നീതീകരണത്തിന്റെ ഭാഗമല്ല ഞാൻ പറയുന്നത്, വിശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം വിശുദ്ധ ജീവിതത്തിൽ ആ നിയമം കൊടുത്ത ഇല്ലെങ്കിൽ ആ കൽപ്പന കൊടുത്ത വ്യക്തിയുടെ കൽപ്പനകൾ ഫുൾഫിൽ ചെയ്യുന്നതാണ് എങ്കിൽ ഇത് തമ്മിലൊന്നും അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസമില്ല. മുഹമ്മദ് കൊടുത്ത കൽപ്പനകൾ മുഹമ്മദീയർ ഇസ്ലാമിൽ മുസ്ലിങ്ങൾ അനുസരിക്കുന്നത് പോലെ, ബുദ്ധൻ കൊടുത്ത കൽപ്പനകൾ ബുദ്ധിസ്റ്റുകൾ അനുസരിക്കുന്ന പോലെ, യേശുക്രിസ്തു കൊടുത്ത കുറെ കൽപ്പനകൾ, ഗിരിപ്രഭാഷണത്തിൽ കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ നമ്മൾ അനുസരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസമില്ല. അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം എന്നുള്ളത് ഈ ഒരൊറ്റ വിശ്വാസ മാർഗത്തിൽ മാത്രമാണ്. ബാക്കി എല്ലാത്തിൽ നിന്നും വ്യത്യാസമായി കൽപ്പന കൊടുത്ത ദൈവം തന്നെ നമ്മിൽ വസിച്ചുകൊണ്ട് ആ കൽപ്പനകൾ ഫുൾഫിൽ ചെയ്തു.
ഇതാണ് ഇതിലുള്ള അടിസ്ഥാനപരമുള്ള വ്യത്യാസം. നിങ്ങൾ ഏതെങ്കിലും വിശ്വാസ പ്രമാണം ചോദിച്ചു, ഏതെങ്കിലും വിശ്വാസ പ്രമാണത്തിൽ അവരുടെ ദൈവം അവരുടെ ഉള്ളിൽ വസിക്കുന്നതായിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്? അവരുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് അവരുടെ ദൈവം കൊടുത്ത കൽപ്പനകൾ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഫുൾഫിൽ ചെയ്യുന്നതായിട്ട് പഠിപ്പിക്കുന്നുണ്ട്? ഒരിടത്തുമില്ല. അവരല്ല, കാരണം അവരാരും തന്നെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അവർക്കാർക്കും തന്നെ ഒരു ദൈവത്തിന് ഒരു മതസ്ഥാപകനും ആ മതത്തെ ഫോളോ ചെയ്യുന്നവരുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം അവരാരും മരിച്ചിട്ടില്ല. അവരെല്ലാവരും മരിച്ചവരാണ്. എന്നാൽ അവരാരും ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നമ്മൾ വസിച്ചുകൊണ്ട് ഈ പ്രവർത്തികൾ ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായിട്ട് വിശുദ്ധീകരണത്തിന്റെ ഭാഗത്തുള്ള വ്യത്യാസം. ഇതാണ് പലർക്കും അറിയാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്ന നീതിമാൻ വിശ്വാസത്താൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ഭാഗത്ത് വരുമ്പോൾ പലരും പ്രവൃത്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ബാക്കി മുസ്ലിങ്ങളെ പോലെയും ബുദ്ധിസ്റ്റുകളുടെയും പോലെയും അങ്ങനെയുള്ളൊരു മാൻമെയ്ഡ് റിലീജിയനായിട്ട് അല്ലെങ്കിൽ റിലീജിയസ് വർക്ക്സിലേക്ക് ആൾക്കാർ പോകുന്നത്. ഇതൊരു അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസമായതുകൊണ്ടാണ് ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചത്. അന്നേരം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ജീവിച്ച ആ ജീവിതം ഞാൻ ഇന്ന് കർത്താവിന്റെ ജീവിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല ശരിക്കും ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു തന്റെ ഫിസിക്കൽ ശരീരത്തിൽ ജീവിച്ച അതേ ജീവിതം യേശുക്രിസ്തു ഇന്ന് എന്നിൽ കൂടി ആത്മാവിൽ ജീവിക്കുന്നു, എന്റെ ശരീരത്തിൽ കൂടി ആ ജീവിതം ചെയ്തെടുക്കുന്നു. അതാണ് റോമാലേഖനം ഗലാത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ശരീരത്തിൽ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവുള്ള വിശ്വാസത്തിലാണ്. കർത്താവുള്ള വിശ്വാസത്തിൽ ഞാൻ കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവ് എന്നിൽ വസിച്ചുകൊണ്ട് കർത്താവ് ആ പ്രവൃത്തി ഫുൾഫിൽ ചെയ്യാണ്. അന്നേരം ഇതാണ് ഇതിലുള്ള വ്യത്യാസം. ഞാൻ ഇത്രയും വിശദീകരിച്ചത് ഈ ഒരു വിഷയം നമ്മൾ ഇന്നത്തോടുകൂടി തീർക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു സബ്ജക്റ്റിലേക്ക് പോകുന്നതുകൊണ്ട് അത് കൺക്ലൂഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അന്നേരം റോമാലേഖനം 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ ഇതാണ് പറഞ്ഞത്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് റോമാലേഖനത്തിലെ 8-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അന്നേരം ആത്മാവിനാൽ നടത്തപ്പെടുക എന്നുള്ളതാണ് ഈ പറയുന്നതിന്റെ കാര്യം. ആത്മാവിനാൽ നടത്തപ്പെടുക. എന്താണ് ആത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ തൊട്ടുമുമ്പിൽ പറഞ്ഞിരിക്കുന്നത്? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലും നിങ്ങൾ ജീവിക്കും. അന്നേരം എന്താണ് ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്ന് പറഞ്ഞത്? ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തത്തുല്യമായ പദമാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറഞ്ഞു. ഇതാണ് ഗലാത്യലേഖനം. ഈ ഗലാത്യലേഖനവും റോമാലേഖനവും സബ്ജക്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും ഒരേ കാര്യങ്ങൾ പലയിടത്തും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഗലാത്യലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് പറയും. അന്നേരം എങ്ങനെയാണ് ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനാൽ നടത്തപ്പെടുക എന്നുള്ളത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചതാണ്. അതേപോലെ തന്നെ എങ്ങനെയാണ് ജഡത്തിന്റെ മോഹം നിവർത്തിക്കാതിരിക്കുക എന്നുള്ളതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളത്. അന്നേരം നമ്മൾ പലപ്പോഴും നമ്മൾ എംഫസിസ് കൊടുക്കുന്നത് ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക, ജഡത്തെ മോഹം നിവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് എംഫസൈസ് ചെയ്യുന്നത്. പക്ഷെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ ചെയ്യണമെങ്കിൽ, അങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ മതി. അന്നേരം നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികളെ എങ്ങനെ മരിപ്പിക്കുന്നു എന്നുള്ളതിന്റെ മാർഗങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം ആത്മാവിനെ അനുസരിച്ച് എങ്ങനെ നടക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു വാക്കിംഗ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത്, അതാണ് വാക്കിംഗ് ഇൻ റൈച്ചസ്നെസ്, നീതി പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആ നടപ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കാതെ മുമ്പോട്ട് പോകാമെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുക? ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ ആത്മാവിനോട് സംസാരിച്ച് ദൈവത്തിന്റെ ഹിതം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശക്തീകരിക്കും. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ, അങ്ങനെ നിങ്ങൾക്ക് ശരീരത്തിന് നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാന്ന് പറയുന്നത്. അന്നേരം ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ ആവശ്യപ്പെടുന്നത്. അത് നമ്മൾ കർത്താവിൽ വിശ്വാസത്തിൽ വസിക്കുമ്പോൾ കർത്താവ് നമ്മൾ കൂടി അത് ചെയ്തെടുക്കാം. നേരം മുമ്പോട്ട് പോകുമ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചാണ് ഞാൻ മുമ്പോട്ട് പോകട്ടെ. അന്നേരം റോമാലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളാകുന്നു. ഞാനത് പറഞ്ഞപ്പോൾ ചെറുതായിട്ട് വിശദീകരിച്ചിരുന്നു. For those who all are being led by the Spirit of God, they are the sons of God എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ദൈവത്തിന്റെ മക്കൾ ആകുന്നത് എങ്ങനെയാണെന്നുള്ളതല്ല, നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ, സൺസ് എന്നുള്ള പദവിയിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഞാനത് ഒന്നുകൂടി വിശദീകരിക്കാം. അന്നേരം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അവിടെ മലയാളത്തിൽ മക്കൾ എന്നുള്ളതാണ് രണ്ടിടത്തും പറയുന്നതെങ്കിൽ ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ചിൽഡ്രൻ എന്നുള്ള പദമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭവനത്തിലേക്ക് ജനിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് യോഹന്നാൻ വിശദീകരിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ അവന്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ജനിക്കുന്നു. എന്നാൽ ഇവിടെ പറയുന്ന പദമല്ല, സൺ എന്നുള്ള പദം. ഇത് റോമ ലേഖനത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമേ നമുക്കത് കുറച്ചുകൂടി വിശദീകരിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഈ റോമൻ കോണ്ടെക്സ്റ്റില് ഒരു ഭവനത്തിലെ, നിങ്ങൾക്കത് ജസ്റ്റ് വിക്കിപീഡിയ പോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ റോമൻ കുടുംബത്തിൽ ഒരു ശിശു മകൻ എന്ന പദവിയിലേക്ക് ആക്കപ്പെടുന്നത് ഒരു അഡോപ്ഷൻ എന്നുള്ളൊരു ചടങ്ങിൽ കൂടിയാണ്. അതിവിടെ പൗലോസ് 15ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ അത് വ്യക്തമാക്കുന്നുണ്ട്, മലയാളത്തിൽ അത് ക്ലിയർ അല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഫോർ യു ഹാവ് നോട്ട് റിസീവ്ഡ് ദ സ്പിരിറ്റ് ഓഫ് സ്ലേവറി ലീഡിംഗ് ടു ഫിയർ അഗെയിൻ, ബട്ട് യു ഹാവ് റിസീവ്ഡ് എ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ ആസ് സൺസ് ബൈ വിച്ച് വി ക്രൈ അബ്ബാ ഫാദർ എന്നാണ്. മലയാളത്തിൽ അഡോപ്ഷൻ എന്നുള്ള വാക്ക് കറക്റ്റായിട്ട് വന്നിട്ടില്ല. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എന്ന് പറഞ്ഞാൽ, പുത്രത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ എന്നുള്ളത്. എന്നാലും ഞാനത് വിശദീകരിക്കാം. ഈ റോമൻ കുടുംബത്തിൽ ഒരു ശിശു മകൻ എന്നുള്ള പദവിയിലേക്ക് കയറുന്നത് ഒരു അഡോപ്ഷൻ എന്ന് പറയുന്ന ഒരു ചടങ്ങിൽ കൂടിയാണ്. അതൊരു അവരുടെ ഒരു റിലീജിയസ് അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറൽ ചടങ്ങ് തന്നെയാണ്. ഒരു മകൻ ആ കുടുംബത്തിലെ നമുക്കൊരു റോമാ ഭവനത്തിലൊരു അപ്പനൊരു 5 മക്കളുണ്ടെങ്കിൽ അതിൽ അപ്പന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ തക്കവണ്ണം മെച്യൂരിറ്റിയിലോട്ട് വന്ന വ്യക്തികളെ മാത്രമേ ആ അപ്പൻ അഡോപ്റ്റ് ചെയ്ത് മകനായിട്ട് അല്ലെങ്കിൽ സൺ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തിട്ടുള്ളൂ. വേറൊരു കാര്യമുണ്ട്, അതേ അപ്പന് തന്നെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്തുള്ളൊരു വ്യക്തി വേണമെങ്കിലും സണ്ണായിട്ട് അഡോപ്റ്റ് ചെയ്യാം. അതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന അഡോപ്ഷൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്നേരം നമ്മളെ ദൈവം ദൈവഭവനത്തിലേക്ക് അഡോപ്റ്റ് ചെയ്തു, നമ്മളെ സൺസ് ആയിട്ട് നമ്മളുടെ ആ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കേണ്ട രീതിയിലേക്ക് നമ്മളെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. പിന്നെ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എങ്ങനെയാണ് ഒരു ശിശുവിന് അല്ലെങ്കിൽ കുടുംബത്തിൽ ജനിച്ച ഒരു മകന് ആ സൺ എന്നുള്ള ലെവലിലേക്ക് ആത്മീയമായിട്ട് വളരാനായിട്ട് കഴിയും. അങ്ങനെ ആ സൺ എന്നുള്ള മകൻ, മെച്യൂറായിട്ടുള്ള മകൻ എന്നുള്ള അഡൽട്ട് സൺ എന്നുള്ള ആ പദവിയിൽ എത്തിയെങ്കിൽ മാത്രമേ അവൻ ആ സ്ലേവ് എന്നുള്ള പദവിയിൽ നിന്നുള്ള വ്യത്യാസമുള്ളൂ. അതാണ് ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, മക്കൾ അവകാശികളാണെങ്കിലും അവർ ശിശുക്കളായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ സ്ലേവിനേക്കാൾ ഒട്ടും വിശേഷതയുള്ളത്. അല്ലാതെ തിയറിറ്റിക്കലി ഈ വ്യക്തി അവകാശിയാണെങ്കിലും ഈ വ്യക്തിക്ക് അവകാശം ഒന്നും എൻജോയ് ചെയ്യാനോ എക്സ്പീരിയൻസ് ചെയ്യാനോ കഴിയത്തില്ല എന്നുള്ളതാണ് പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നത്. അന്നേരം ഒരു വ്യക്തി, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ആത്മീയമായിട്ടുള്ള ആ ഒരു ഇൻഹെറിറ്റൻസ് ആ വ്യക്തിക്ക് ഈ ഭൂമിയിൽ വെച്ച് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതേപോലെ തന്നെ നിത്യതയിലും ആ രീതിയിലാണെന്നാണ് മുമ്പോട്ട് വിശദീകരിക്കുന്നത്. അന്നേരം ഇത് നമ്മൾ വായിക്കുമ്പോൾ ഈ ബൈബിളിൽ ഈ ശിശു എന്ന് പറയുന്നതിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരുന്നവരെ ശിശുക്കൾ എന്നാണ് പറയുന്നത്. പത്രോസ് പറയുന്നുണ്ട്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുമെന്ന് പറയുന്നു. എന്നാൽ ശിശു എന്നുള്ള പദം വേറൊരു രീതിയിൽ പുതിയ നിയമത്തിൽ അഡ്രസ് ചെയ്യുന്നുണ്ട്. അത് ജഡീകൻ എന്നുള്ള അർത്ഥത്തിലാണ്. അത് 2 രണ്ടിടത്തത് പറയുന്നുണ്ട്. നമ്മൾക്കത് എബ്രായ ലേഖനം അതിന്റെ 5ാമത്തെ അധ്യായത്തിന്റെ 11ാമത്തെ വാക്യം മുതൽ പൗലോസ് അല്ല എബ്രായ ലേഖന കർത്താവ് അത് വിശദീകരിക്കുന്നത്. അതിലേക്കൊന്ന് പോയിട്ട് നമുക്ക് അടുത്തതിലേക്ക് വരാം. എബ്രായ ലേഖനം 5ാമത്തെ അധ്യായത്തില് പൗലോസ് അതിപ്രധാനമായിട്ടുള്ള ചില ആത്മീയ സത്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നേരം കുറച്ച് പറഞ്ഞു വരുമ്പോൾ എബ്രായ ലേഖന കർത്താവിന് മനസ്സിലാവുകയാണ്, ഈ കേൾക്കുന്ന വ്യക്തികൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകാനായിട്ടുള്ള സ്പിരിച്വൽ മെച്യൂരിറ്റിയിൽ എത്തിയിട്ടില്ല. അന്നേരം അതാണ് പൗലോസ് എബ്രായ ലേഖന കർത്താവ് 5ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് മൽക്കീസദേക്കിനെ പറ്റിയും യേശുക്രിസ്തു പൗരോഹിത്യത്തെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ട് പറയാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് 5ാമത്തെ അധ്യായത്തിന്റെ 11ാമത്തെ വാക്യത്തിൽ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇവനെക്കുറിച്ച് എന്നുള്ളതാണ് കറക്റ്റ് ട്രാൻസ്ലേഷൻ.
മൽക്കീസദേക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷയം. കാര്യം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിമിനറി ക്ലാസ്സുകൾ തന്നെ, അത് താഴെ പറഞ്ഞിരിക്കുന്ന മാനസാന്തരം, സ്നാനം എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാനായിട്ട് കഴിയുള്ളൂ. അടിസ്ഥാന ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കും. എന്നിട്ട് പറയാണ്, പാൽ കുടിക്കുന്നവനല്ല നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ അവൻ ശിശുവല്ലോ. അന്നേരം റിയൽ റൈച്ചസ്നെസ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഒരു ശിശുവിന് പറഞ്ഞു കൊടുക്കാൻ കഴിയത്തില്ലെന്നാണ് പൗലോസോട് പറഞ്ഞിരിക്കുന്നത്. നീതിയുടെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ശിശുവിന് കഴിയത്തില്ല, കാരണം അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം അവന് കഴിക്കാനായിട്ട്. അന്നേരം ഒരു ശിശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും ഒരു വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമുക്കത് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നു. പല സഭകളിലും പല വ്യക്തികളും നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയാണ്, ഇവർക്ക് പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, ഇവർക്ക് താല്പര്യവുമില്ല. നമുക്കത് ജനറലി കാണാൻ കഴിയുന്നതാണ്. വളരെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും മാത്രമേ ഇവർക്ക് മനസ്സിലായാൽ താല്പര്യം. ഇതിന്റെ വേറൊരു അവസ്ഥയാണ് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിലോട്ട് പൗലോസ് പറയുമ്പോൾ ഇവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല പ്രശ്നം, അവിടെ അടിസ്ഥാനപരമായിട്ട് വേറെ പ്രശ്നങ്ങളുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് 1 കൊരിന്ത്യർ അതിന്റെ 2-ാമത്തെ അധ്യായം, 2-ാമത്തെ അധ്യായത്തിൽ അല്ല 3-ാമത്തെ അധ്യായം, 2-ാമത്തെ അധ്യായത്തിൽ വേറൊരു വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു, ആത്മീയമായി വിവേചിക്കേണ്ട, അല്ല അവന് ഗ്രഹിക്കാൻ കഴിയുന്നു. അന്നേരം അവിടെ പറയുന്നത് പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ മൻ, രക്ഷിക്കപ്പെടാത്ത മനുഷ്യനാണ് അവിടെ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മലയാളത്തിൽ ഒരു ഭാഷാപ്രയോഗത്തിലുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. നാച്ചുറൽ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യന് ദൈവാത്മാവിന്റെ ഉപദേശം മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല, അതിന് ആത്മീയമായിട്ട് തിരിച്ചറിയാൻ കഴിയാത്തത് അവൻ അങ്ങനെ വീണ്ടും ജനിക്കാത്തതുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തികളായിട്ടുള്ള ചിലരെ പറ്റി പൗലോസ് പറയാണ് 3-ാമത്തെ വാക്യത്തിന് 1-ാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്നതുപോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ എത്ര സംസാരിക്കാൻ കഴിയുള്ളൂ. അതിന് പൗലോസ് വീണ്ടും കൊരിന്ത്യയിലെ ആൾക്കാരത്ത് പറയാണ്, എബ്രായ സഭയിലെ ആൾക്കാരത്ത് പറഞ്ഞ പോലെ പറയാണ്, നിങ്ങളുടെ എനിക്ക് ആത്മീയമായിട്ട് വലിയ കാര്യങ്ങളൊന്നും പറയാനായിട്ട് കഴിയുന്നില്ല. നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് കഴിയുന്ന അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ കുറെ കൽപ്പനകൾ മാത്രമേ പറയാനായിട്ട് കഴിയത്തുള്ളൂ. അതാണ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശിശു ആയിരിക്കുമ്പോൾ ആദ്യ പാഠങ്ങൾ മാത്രമേ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയൂ. ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ് ശിശുക്കൾ എന്നുള്ളത് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ശിശുക്കളുടെ പ്രശ്നം ഇവർക്ക് ഒന്നും ആത്മീയമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയത്തില്ല. മാത്രമല്ല അവിടെ പിന്നെയും പ്രശ്നമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഭക്ഷണമല്ല പാലത്ര ഞങ്ങൾക്ക് തന്നത്, ഭക്ഷിക്കാൻ നിങ്ങൾ കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകരത്ര. അന്നേരം ആരാണ് ജഡീകർ എന്ന് പറയുന്നത്? ജഡീകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആത്മീയ വളർച്ചയില്ലാത്തവർ. അല്ലാതെ രക്ഷിക്കപ്പെട്ട ഉടനെ ഒരു വ്യക്തി അവൻ ശിശുവാണ്, അവനെ ജഡീകെന്ന് പറയാനായിട്ട് കഴിയത്തില്ല. അവൻ ശിശു തന്നെയാണ്, അവൻ എക്സ്പെക്ട് ചെയ്യുന്ന അത്രേ ഉള്ളൂ, അവന് നടക്കാൻ പോലും കഴിയത്തില്ല, അവനെപ്പോഴും വീഴുന്നവനാണ്. എന്നാൽ ആത്മീയൻ എന്ന് പറയുന്നത് ആത്മാവിനാൽ നടത്തപ്പെടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടപ്പ് പ്രാക്ടീസ് ചെയ്യുന്നവനാണ്, അവനാണ് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദൈവസഭകളിൽ ജഡീകന്മാര് തുടരുമ്പോൾ ആ സഭ ഒരു ജഡീക സഭയായിരുന്നു. അങ്ങനത്തെ ഒരു ജഡീക സഭയായിരുന്നു കൊരിന്ത്യ സഭ. അതുകൊണ്ട് തന്നെ കൊരിന്ത്യ ലേഖനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് പല കാര്യങ്ങളും ആത്മീയ കാര്യങ്ങൾ പിന്നീടുള്ള വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പലതും എഴുതിയിട്ടുണ്ടെങ്കിലും മിക്കവാറും അവിടെ എഴുതുന്ന മുഴുവൻ വളരെ ബേസിക് ആയിട്ടുള്ള കൽപ്പനകളാണ്. അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് കുറെ കൽപ്പനകളാണ് പറയുന്നത്. ഒരു ആത്മീയ സത്യങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന എബ്രായ ലേഖനത്തിലെ പോലെയോ റോമ ലേഖനത്തിലെ പോലെയോ കൊലോസ്യ ലേഖനത്തിലെ പോലെയോ എഫേസ്യ ലേഖനത്തിലെ പോലെയോ പൗലോസും പഠിപ്പിക്കാൻ കഴിയുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കാൻ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴും നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കുക, നിങ്ങൾ ജഡീകന്മാരും മറ്റു മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ല. അന്നേരം ഈ ജഡീകന്മാർക്ക് ഒരിക്കലും തിരിച്ചോട്ടെ, അന്നേരം ജഡീകന്മാർക്ക് ശിശുക്കളായിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ മകൻ എന്നുള്ള ആ പദവിയിൽ ജീവിക്കാനും കഴിയത്തില്ല, ആത്മീക നന്മകൾ എക്സ്പീരിയൻസ് ചെയ്യാനും കഴിയത്തില്ല, ദൈവത്തിന്റെ അവകാശങ്ങൾ ഇൻഹെറിറ്റൻസ് എക്സ്പീരിയൻസ് ചെയ്യാനും കഴിയത്തില്ല. നിത്യതയിലേക്ക് പോകുമ്പോഴുള്ള ദൈവിക ഇൻഹെറിറ്റൻസുകളും ആ വ്യക്തിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പൗലോസോട് പറഞ്ഞത്. അതാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന് 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ഇറക്കണം, ജഡത്തിനല്ല കടക്കാനായിരിക്കും, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം എന്ന് പറയാം. എന്നിട്ട് പറയാണ്, നിങ്ങൾ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം, അല്ലെങ്കിൽ ആത്മാവിനാൽ നടക്കുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ നീതിയുടെ വചനം നിങ്ങൾക്ക് മനസ്സിലാകണം. നീതിയുടെ വചനത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അങ്ങനൊരു സ്പിരിച്വൽ മെച്യൂരിറ്റിയോട്ട് എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ശിശുവിന്റെ അവസ്ഥയിൽ തന്നെ തുടരുകയും നിങ്ങൾക്ക് ആത്മീയമായിട്ട് ഒരു നന്മയും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അന്നേരം ഇനി മുമ്പോട്ട് പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പൗലോസ് പറയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചു. എന്നിട്ട് നമ്മുടെ ആ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷനിൽ കൂടി ദൈവം നമ്മളെ ദൈവീയ ഭവനത്തിലേക്ക് ദത്തെടുത്തത്, ദൈവം മക്കളാക്കി തീർത്തത് നമ്മൾ പുത്രത്വം പ്രാപിക്കേണ്ടതിനാണ്, ഇല്ലെങ്കിൽ പുത്രൻ എന്നുള്ള പദവിയിൽ ജീവിക്കേണ്ടതിന്. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള പദവിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാകുന്നു എന്നാണ്. അന്നേരം ആ അഡോപ്ഷനിൽ കൂടി ആ ഭവനത്തിലെ അപ്പന്റെ ആത്മീയ അധികാരങ്ങളും ആത്മീയമായിട്ടുള്ള നന്മകളും എല്ലാം മകൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയുക. ഇല്ലെങ്കിൽ അവൻ തിയറട്ടിക്കലി മകൻ തന്നെയാണ്. അതാണ് ഗലാത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അവകാശിയാണ് തിയറട്ടിക്കലി, പക്ഷെ ശിശുവായിരിക്കുന്നിടത്തോളം അവന് ദാസനേക്കാൾ ഒരു പ്രയോജനവുമില്ല. അവന് അപ്പന്റെ ഭവനത്തിലെ ആത്മീയ നന്മകൾ ഒന്നും അനുസരിക്കാനായിട്ട് കഴിയത്തില്ല, അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല. അവനൊരു സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുകയില്ല. അന്നേരം പല ദൈവസഭകളിലും ആൾക്കാർ ഒരു സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്തവരാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യം, ഞാനായിരുന്ന സഭകളിലും പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും, അതാണ് എബ്രായ ലേഖനകർത്താ പറയുന്നത്, നിങ്ങൾ വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങൾ നിങ്ങൾ ഒരു ദൈവസഭയിലായിരിക്കുന്ന നിങ്ങൾക്ക് ദൈവവചനം പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയണം. പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യമുള്ളൂ. അതൊരു ടീച്ചർ ആവുക എന്നുള്ള അർത്ഥത്തിലല്ല, ആത്മീയമായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയേണ്ട സമയമായെന്നാണ് പൗലോസ് പറഞ്ഞത്. അങ്ങനെ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ജഡീകരാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മീയ അധികാരങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് കഴിയത്തില്ല. സ്പിരിച്വൽ ആയിട്ടുള്ള നന്മകൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. എഫെസ്യ 1-ാമത്തെ അധ്യായത്തിൽ പൗലോസ് എഫെസ്യ സഭയെടുത്ത് പറയുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ അനുഗ്രഹങ്ങളൊന്നും ഒരു ജഡീകൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ജഡീകന് വളരെ ബേസിക് ആയിട്ടുള്ള നോർമൽ ലെവൽ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ. അന്നേരം പൗലോസ് അടുത്തതായിട്ടൊരു സബ്ജക്റ്റ് ഷിഫ്റ്റ് ചെയ്യാണ്. ഇതോടുകൂടി പൗലോസ് ഈ പറഞ്ഞിരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് ഇറങ്ങുക, ജഡത്തിന്റെ പോരാട്ടം, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം തേജസ്കരണം എന്നുള്ള വിഷയത്തിലേക്ക് വരിക. അന്നേരം ഒരു ആത്മീയമായിട്ട് നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തിക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് ദൈവവചനം പഠിപ്പിക്കും. അത് വളരെ ക്ലിയർ ആണ്. അത് അങ്ങനെ എല്ലാവർക്കും കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തിക്ക്, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നതിനാൽ ആ വ്യക്തിക്ക് കഷ്ടതയിൽ കൂടി കടന്നു പോകേണ്ടി വരും. ആ വ്യക്തിക്ക് ഈ ലോകത്തിൽ വെച്ച് കഷ്ടം ഉണ്ടാകും. കാരണം ഈ ലോകത്തിന്റെ സിസ്റ്റം ആ വ്യക്തിക്ക് എതിരെ നിൽക്കുന്നതുകൊണ്ട് ആ വ്യക്തിക്ക് ക്രിസ്തുവിനോട് കൂടിയുള്ള കഷ്ടത്തിന്റെ കൂട്ടവകാശം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ. അന്നേരം ബൈബിൾ പഠിപ്പിക്കുന്നത് ഒരു ആത്മാവിനെ അനുസരിച്ച്, ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നുള്ളതല്ല, പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. പലതരത്തിലുള്ള കഷ്ടങ്ങൾ, ഇതിപ്പോ രക്ഷിക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്കും, ഇല്ലെങ്കിൽ എല്ലാ ഭൂമിയിലുള്ള എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്ന കഷ്ടങ്ങൾ. അന്നേരം ഈ കഷ്ടതയെ പറ്റി പറയുമ്പോൾ പൗലോസ് വേറൊരു കാര്യം പറയാണ്. പലപ്പോഴും നമ്മളൊരു കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ പലരും ആ കഷ്ടതയിൽ നിന്നുള്ളൊരു വിടുതലാണ് പലരും ആഗ്രഹിക്കുന്നത്. എത്ര പെട്ടെന്ന് ഈ കഷ്ടതകൾ മാറിപ്പോകണം, അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങൾ മാറിയിട്ട് നമുക്കൊരു സുഖകരമായിട്ടുള്ള ജീവിതം ഈ ലോകത്തിൽ വെച്ച് ലഭിക്കണമെന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ പൗലോസ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയല്ല പൗലോസ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആത്മീയൻ അങ്ങനെയല്ല ഇതിനെ കാണുന്നത്. ആത്മീയൻ ഇതിനെ കാണുന്നത്, അല്ലെങ്കിൽ ആത്മാവിൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തി ഇതിനെ കാണുന്നത്, ആ വ്യക്തിക്ക് ലഭിക്കാനുള്ള തേജസ് വെച്ചിട്ടാണ് ഈ വ്യക്തി ഈ ലോകത്തിലെ കഷ്ടതയെ കമ്പയർ ചെയ്യുന്നത്. അന്നേരം പൗലോസ് പറയുന്നത്, ഈ ലോകത്തിലുള്ള നമ്മുടെ ഏത് കഷ്ടതയും, ഏത് പ്രശ്നം, അതിപ്പം രോഗമായിക്കൊള്ളട്ടെ, ഇല്ലെങ്കിൽ ദുഃഖമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ, ഈ ലോകത്തിലെ ഏത് പ്രശ്നമാണെങ്കിലും പൗലോസ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെമ്പററിയാണ്, അത് കമ്പാരിറ്റീവ്ലി ടെമ്പററിയാണ്. എന്തുകൊണ്ടാണ് അത് ടെമ്പററി ആവുന്നത്? കാരണം നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നാണ്. നമുക്ക് എപ്പോഴും നിത്യതയെ പറ്റിയുള്ള ഒരു പെർസ്പെക്റ്റീവിൽ മാത്രമേ ഈ ലോകത്തിലെ കഷ്ടതകൾ നമുക്ക് സാരമില്ല എന്ന് കാണാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടതകൾ എന്തെങ്കിലും തീരുമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും തീരത്തില്ല. നമ്മളുടെ ടെമ്പററി ആയിട്ട് ഒരു പ്രശ്നം ഇപ്പോൾ തീർന്നേക്കാം, പക്ഷെ അടുത്ത പ്രശ്നം അടുത്തത് ഉടനെ തന്നെ തുടങ്ങും. നമ്മൾ മുമ്പോട്ട് പോകും തോറും നമ്മുടെ ശരീരം വീക്കായിക്കൊണ്ടേയിരിക്കും. അതുപോലെ മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കുന്നുണ്ട്, നമ്മൾ കഷ്ടതകൾ കൂടിക്കൊണ്ടിരിക്കും, രോഗങ്ങളുണ്ടാവും. ഇതൊന്നും ഈ ലോകത്തിൽ വെച്ച് പൂർണ്ണമായിട്ടൊരു വിടുതൽ ദൈവം പ്രോമിസ് ചെയ്യുന്നതേ ഇല്ല.
ഈവൻ ദൈവീക രോഗസൗഖ്യമാണെങ്കിൽ പോലും അത് ടെമ്പററി. എന്നാൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു തേജസ്സിനെ വെച്ചിട്ട് നോക്കുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ, ഇത് പൗലോസ് പറയാണ് ഇറ്റ് ഇസ് നത്തിങ്, ഇത് സാരമില്ല എന്ന്. ഫോർ ഐ കൺസിഡർ ദ സഫറിംഗ് ഓഫ് ദിസ് പ്രസന്റ് ടൈം ആർ നോട്ട് വർത്തി ടു ബി കമ്പയർഡ് വിത്ത് ദ ഗ്ലോറി ദാറ്റ് ഈസ് ഗോയിങ് ടു ബി റിവീൽഡ്. അന്നേരം ഇംഗ്ലീഷ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് വർത്തി ടു ബി കമ്പയർഡ്, എന്ന് കമ്പയർ ചെയ്യാൻ കഴിയാത്ത വ്യത്യാസം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബൈബിളിൽ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ടെമ്പററി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ അതിന്റെ 4:17 പൗലോസ് വീണ്ടും ഇത് വിശദീകരിക്കുന്നുണ്ട്. 2 കൊരിന്ത്യൻ 4-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, അവിടെയും പൗലോസ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് തേജസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് കഷ്ടങ്ങൾ സാരമില്ല എന്ന് കാണുന്നത്. ഇവിടെ പൗലോസ് കൊരിന്ത്യർക്ക് പൗലോസ് പറയുമ്പോഴാണ് ഈ കഷ്ടങ്ങൾ തേജസ്സിന്റെ നിത്യകനം കിട്ടാനായിട്ടുള്ള കാരണം കൂടിയാണെന്ന് പറയുന്നത്. അന്നേരം ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രതിയുള്ള കഷ്ടങ്ങൾ തേജസ് കൂടാനായിട്ടുള്ള കാരണമായി. നേരെ നമ്മളിത് മനസ്സിലാക്കണം, ഇത് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങൾ, അത് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഉള്ള കഷ്ടതകൾ. ആ കഷ്ടതകൾ നമുക്ക് തേജസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമായി തീരുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദൈവാത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ, ദൈവത്തിന്റെ മക്കളാകുമ്പോൾ, ആ സൺസ് ആയിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് തേജസ് ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ്, നമ്മുടെ ഇൻഹെറിറ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ അല്ലാത്ത കഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ആ കഷ്ടങ്ങൾ കർത്താവിനെ പ്രതിയുള്ള കഷ്ടങ്ങൾ, അല്ലാതെ എല്ലാവർക്കും ഉള്ള കഷ്ടങ്ങൾ, ജനറൽ കഷ്ടങ്ങളാണ്. ആ കഷ്ടങ്ങൾ നമുക്ക് സാരമില്ല എന്ന് കാണാനായിട്ട്, ഒന്ന് നമുക്ക് സാരമില്ല എന്ന് കാണാനായിട്ട് കഴിയും, മറ്റേ നമുക്ക് തേജസ് കൂടാനായിട്ടുള്ള കാരണമാകുന്നു. പത്രോസ് ക്രിസ്തുവിനെ പ്രതിയുള്ള കഷ്ടതയെ പറ്റി പത്രോസ് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അത് 1 പത്രോസ് അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അവിടെ ആ സബ്ജക്റ്റ് തന്നെ, പത്രോസിന്റെ സബ്ജക്റ്റ് തന്നെ ക്രിസ്തുവിനെ പ്രതിയുള്ള കഷ്ടതകളാണ്. 1 പത്രോസ് അതിന്റെ 4-ന്റെ 12-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് നിങ്ങൾ അതിശയിക്കരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരായി തീരുന്നവരും സന്തോഷിച്ചു കൊള്ളുവിൻ, അങ്ങനെ നിങ്ങൾ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിക്കുവാൻ ഇടയായി. അന്നേരം ഈ തേജസ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അപ്പോസ്തലന്മാർ എപ്പോഴും ഈ ഭൂമിയിലെ കഷ്ടങ്ങളെ കമ്പയർ ചെയ്യുന്നത്. അല്ലാതെ ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളത് മാറ്റിത്തരും, അത് ബൈബിളിലെ പ്രോമിസ് ഒന്നുമല്ല, ബൈബിളിലെ പെർമനന്റ് പ്രോമിസ് ഒന്നുമല്ല. ഈ ഭൂമിയിലെ കഷ്ടതകളും ഈ ഭൂമിയിലെ അസുഖങ്ങളും ഒക്കെ നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം സൗഖ്യമാക്കുകയും ചെയ്യും. പക്ഷെ ഇതെല്ലാം ടെമ്പററിയാണ്, സൗഖ്യവും ടെമ്പററിയാണ്. അത് പെർമനന്റ് ആയിട്ട് നമ്മളെ പൂർണ്ണമായിട്ട് സുഖമാക്കാനും നമുക്ക് ഈ പരിപൂർണമായിട്ടുള്ള സൗഖ്യം ഈ ഭൂമിയിൽ വെക്കത്തില്ല. കാരണം നമ്മൾ മരണത്തിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരം തന്നെ നമ്മൾ വർഷങ്ങൾ കഴിയുന്തോറും നമ്മൾ മരണത്തിലേക്കുള്ള സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അപ്പോസ്തലന്മാർ എപ്പോഴും പറയുന്നത് ഈ തേജസ് വെച്ച് നോക്കും, ഇത് നിങ്ങൾക്ക് സാരമില്ലെന്ന് കാണാനായിട്ട്. 1 പത്രോസ് 5-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം അവിടെയും പറഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ക്രിസ്തു ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തിയിൽ. അന്നേരം വീണ്ടും പറയാണ് അല്പകാലത്തേക്കുള്ള കഷ്ടം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, 2 തരത്തിലുള്ള കഷ്ടം ഈ ഭൂമിയിലുണ്ട്. ഒന്ന്, നമ്മൾ ഈ ഭൂമിയിൽ വീഴ്ച പറ്റിയ ഭൂമിയിൽ ജനിച്ചത് കൊണ്ടുള്ള കഷ്ടങ്ങളാണ്. അത് താഴേക്ക് വരുമ്പോൾ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ഉള്ള കഷ്ടതയാണ്. അത് രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും എല്ലാവർക്കും ഉള്ള കഷ്ടത. ഈ കഷ്ടത, ഈ പ്രശ്നങ്ങൾ നമുക്ക് സാരമില്ല, നമുക്ക് കാണാൻ വേണ്ടിയാണ്. നമ്മൾക്ക് ലഭിക്കാനുള്ള നിത്യമായിട്ടുള്ള തേജസ് വെച്ച് നോക്കുമ്പോൾ നമുക്കിതിനെ സാരമില്ല എന്ന് കാണാനായിട്ട്. രണ്ടാമത്, ക്രിസ്തു നിമിത്തമുള്ള കഷ്ടതയുണ്ട്. ആ ക്രിസ്തു നിമിത്തമുള്ള കഷ്ടത സാരമില്ലെന്ന് കാണണമെന്നല്ല പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഇല്ല അപ്പോസ്തലന്മാർ പറയുന്നത്. അത് നമുക്ക് തേജസ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കാരണമായി. അന്നേരം ഒന്ന്, സാരമില്ല എന്ന് കാണാനായിട്ട് കഴിയും. 2, നമുക്കതിൽ പ്രശംസിക്കാനായിട്ട് കഴിയും. അതാണ് കഷ്ടതയിൽ പ്രശംസിക്കുക എന്നുള്ളത് പൗലോസ് റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. നേരം രണ്ടും എന്താണ്? നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടു. എന്നാൽ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നിമിത്തമുള്ള കഷ്ടതയാണ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത്. ബാക്കിയുള്ളതും ജനറലി ഉണ്ടാവുന്നു മാത്രം. എന്നാൽ അങ്ങനെയുള്ള വ്യക്തിക്ക് ആ ഇൻഹെറിറ്റൻസ് നിത്യതയിൽ കൂടുകയാണ് ചെയ്യുന്നത്, ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തി. എന്നാൽ ജഡീകനെ സംബന്ധിച്ചിടത്തോളം ഈ നിത്യതയിലുള്ള ആ തേജസ് നഷ്ടപ്പെടാനായിട്ടുള്ള ഒരു വലിയ സാധ്യതയാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഈ ഭൂമിയിൽ വെച്ചും ആ വ്യക്തിക്ക് യാതൊരു ആത്മീയ നന്മകളും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാതെ കാർണലായിട്ടുള്ള ഒരു ജഡീകനായിട്ട് ആ വ്യക്തിക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. ഓക്കെ, അന്നേരം പൗലോസ്
ആ വിഷയങ്ങൾ അവിടെ ക്ലോസ് ചെയ്തിട്ട് പൗലോസ് അടുത്തതിലേക്ക് പോവാണ്. നമ്മളുടെ ഈ ഭൂമിയിലുള്ള കഷ്ടതയുടെ ഒരു കാരണം എന്നുള്ളത് നമ്മൾ വീഴ്ച പറ്റിയ ഒരു ഭൂമിയിലാണ് ജീവിക്കുന്നത്. അന്നേരം ആ ഭൂമിയും ശരിക്കും ഈ ക്രിയേഷൻ പോലും ഈ ദൈവമക്കളുടെ ശരീരത്തിന്റെ ആ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്നലെ ദൈവമക്കൾ മാത്രമല്ല ആ തേജസ്കരണത്തിന് കാത്തിരിക്കുന്നത്. പൗലോസ് ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധീകരണം കഴിഞ്ഞിട്ട് ഗ്ലോറിഫിക്കേഷനിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാൻ പറയാണ്, സൃഷ്ടി തന്നെ ദൈവപുത്രന്മാരുടെ ആ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ സൃഷ്ടി എന്തിനാണ് കാത്തിരിക്കുന്നത്? ദ്രവത്വത്തിന്റെ ദാസത്വത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സായുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മലയാളത്തിലെ ട്രാൻസ്ലേഷനേക്കാൾ ഇംഗ്ലീഷാണ് കുറച്ചുകൂടി ക്ലിയർ. ഫോർ ദ ക്രിയേഷൻ ഈസ് സബ്ജക്ട് ടു ഫ്യൂട്ടിലിറ്റി നോട്ട് വില്ലിംഗ്ലി ബട്ട് ബിക്കോസ് ഓഫ് ഹിം ഹു സബ്ജക്റ്റഡ് ഇറ്റ് ഇൻ ഹോപ്പ്. ഈ സൃഷ്ടി തന്നെ നമുക്കും അറിയാം, ആദം പാപം ചെയ്തപ്പോൾ ആദത്തിന്റെ ശരീരം എടുത്തത് മണ്ണിൽ നിന്ന്. എന്നിട്ട് നമ്മുടെ ശരീരത്തിനും ഈ മണ്ണിനും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധവും. ആദത്തിന്റെ ശരീരത്തിന് ആ പാപത്തിൽ കൂടി തന്നെ ആ പാപത്തിന് കീഴ്പ്പെട്ട ആ വ്യക്തിയുടെ ശരീരം ഡീക്കേ ആയി പോകുന്ന പോലെ തന്നെ, പാപത്തിന് കീഴ്പ്പെട്ട പോലെ തന്നെ ഭൂമിക്കൊരു ശാപവും ഉണ്ടായി. ആ ഭൂമിയും അങ്ങനെ ആ ഫ്യൂട്ടിലിറ്റിക്ക്, ആ മായ എന്ന് പറഞ്ഞാൽ ഫ്യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതായത് ഈ ഭൂമിയും ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ നല്ലതെന്ന് കണ്ടിരുന്ന ആ ഭൂമി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നു. അത് വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ലൈമറ്റ് ചേഞ്ചുകളും എല്ലാ രാജ്യങ്ങളും അതിൻ്റെതായിട്ടുള്ള ആ കാര്യങ്ങൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഞെരക്കമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ദാസ്യത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി ഒരു ഞെരക്കത്തിൽ കൂടി ഭൂമിയും കടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, സർവ്വസൃഷ്ടിയും ഒരുപോലെ ഇന്ന് വരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റുന്നവോടെ ഓടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അന്നേരം ഈ ഞെരക്കമാണ് ഈ ഭൂമിയിൽ കാണുന്ന പ്രശ്നങ്ങൾ. ഈ ഒരു ദൈവം ഒറിജിനലി സൃഷ്ടിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് വീഴ്ച പറ്റിയ ഈ ഭൂമിയിൽ തന്നെ പ്രശ്നങ്ങളും വെള്ളപ്പൊക്കങ്ങളും ഭൂകമ്പങ്ങളും ക്ലൈമാറ്റിക് ചേഞ്ചസും ഒക്കെ ഉണ്ടായി. അതെല്ലാം കാണിക്കുന്നത് നമ്മൾ ഒരു വീഴ്ച പറ്റിയ ഭൂമിയിലാണ് ജീവിക്കുന്നത്, വീഴ്ച പറ്റിയ ശരീരത്തിലാണ് ജീവിക്കുന്നത്. ഇതിൽ നിന്ന് ദൈവം അൾട്ടിമേറ്റ്ലി ഒരു റിഡംഷൻ വെച്ചിരിക്കുന്നു. നമുക്ക് പറയാം, ആദ്യം വീഴ്ച പറ്റുന്ന മനുഷ്യന്റെ ശരീരത്തിലാണെങ്കിൽ പിന്നീട് അത് ഭൂമിയിലേക്ക് ആ വീഴ്ചയുടെ കാര്യം ഉൽപ്പത്തിയിൽ വിശദീകരിച്ച പറയും, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടെടുപ്പ് ശരീരത്തിന് സംഭവിക്കുന്നു. പിന്നീട് ദൈവം ഒരു ഭൂമിയും കൂടെ റീക്രിയേറ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഒരു പുതിയ ഭൂമിയും ആകാശവും ഭൂമിയും ഉണ്ടാക്കുന്നു. എന്നിട്ട് നമുക്ക് വസിക്കാനായിട്ട് ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും തരും. അന്നേരം നമ്മളുടെ ശരീരത്തിന് മാത്രമല്ല വീണ്ടെടുപ്പ് തരുന്നത്, നമുക്ക് ആ ശരീരത്തിന് വീണ്ടെടുപ്പോട് കൂടി നമുക്ക് നിത്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കൂടി സൃഷ്ടിക്കുന്നു. ഞാൻ എന്റെ എസ്കറ്റോളജിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, അതല്ല പൗലോസിന്റെ ഡീറ്റെയിൽ വിഷയം, അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അന്നേരം ഇതാണ് യഥാർത്ഥത്തിലുള്ള ദൈവമക്കളുടെ റിയൽ പ്രത്യാശ എന്ന് പറയുന്നത്. അന്നേരം റിയൽ പ്രത്യാശ ഒരിക്കലും ഈ ഭൂമിയിലെ കാര്യങ്ങളില്ല. പൗലോസ് മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കുന്നുണ്ട്, ഇതല്ല റിയൽ പ്രത്യാശ. റിയൽ ദൈവമക്കളുടെ പ്രത്യാശ നമ്മളുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പും നമുക്കൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം ഈ സൃഷ്ടിച്ച് നമുക്ക് നിത്യതയിലേക്ക് നമ്മളെ കടത്താനായിട്ട്. അന്നേരം അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിലുള്ള പ്രശ്നങ്ങൾ, ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം ടെമ്പററി ആയിട്ട് നമുക്ക് കാണാനായിട്ടും സാരമില്ല എന്ന് കാണാനായിട്ടും കഴിയുമെന്നാണ്. എന്നിട്ട് പറയാണ്, നമുക്കെങ്ങനെയാണ്, നമ്മൾക്ക് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ നിറങ്ങും. അന്നേരം നമുക്കൊരു പുത്രത്വം ആത്മാവിൽ നമുക്ക് ലഭിച്ചു. എന്നാൽ ആ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായിട്ടുള്ള പുത്രത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങും. അന്നേരം ഈ ഭൂമിക്ക് ഒരു ഞെരക്കമുണ്ട്, ആ ഭൂമിയുടെ അവസ്ഥയിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ക്രിയേഷൻ ഞെരങ്ങുന്നത് ആ ക്രിയേഷനുള്ള ചേഞ്ചിന് വേണ്ടി ഞെരങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഞെരക്കമുണ്ട്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഞെരക്കമുണ്ട്. കാരണം എന്താണ്, നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് നമുക്ക് പുറത്ത് ഒരു തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തിലേക്ക് നമ്മൾക്ക് മാറ്റിയിട്ടിരുന്നത്. എന്നാൽ ഇതിന് എന്താണ് ഉറപ്പ്? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്, ഇതാണ് നമ്മുടെ പ്രത്യാശ. അതായത് രക്ഷിക്കപ്പെട്ടവരുടെ യഥാർത്ഥ പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളെ ജോലി കിട്ടുമെന്നോ, നമുക്ക് വണ്ടി കിട്ടുമെന്നോ, കാറ് കിട്ടുമെന്നോ, നമ്മൾ അമേരിക്കയിൽ പോകുന്നോ, യൂറോപ്പ് പോകുന്നോ ഉള്ള ഇങ്ങനത്തെ പ്രത്യാശ. ബൈബിൾ അങ്ങനത്തെ കാര്യങ്ങളെ വിശ്വാസമായിട്ടും പ്രത്യാശയുമായിട്ടൊന്നും പറയുന്നതേ ഇല്ല. ബൈബിൾ പ്രത്യാശ എന്ന് പറയുന്നത് എപ്പോഴും കാണാത്ത കാര്യങ്ങളെ പറ്റിയുള്ള പ്രത്യാശയാണ്. അതാണ് എപ്പോഴും പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ എബ്രായ ലേഖനത്തിലും പറഞ്ഞിരിക്കുന്നത്. ഈ പ്രത്യാശ എന്നുള്ളത് ആശയും പ്രത്യാശയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹോപ്പ് എന്ന് പറയുന്നത് ഒരു ഉറപ്പുള്ള കാര്യമാണ്. ആ ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉറപ്പുള്ളത്
ബൈബിൾ പറയുന്ന ഉറപ്പ് നമ്മളുടെ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ മാറുമെന്ന് ഒരുറപ്പും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അത് ടെമ്പററി മാറിയാലും മാറിയില്ലെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പുണ്ടെന്ന് ഒരു ഉറപ്പുണ്ട്. അതാണ് വിശ്വാസികളുടെ യഥാർത്ഥ പ്രത്യാശ. എബ്രായ ലേഖനത്തിലും ഈ വാക്യങ്ങളൊക്കെയാണ് ആൾക്കാർ വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത്. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിലും ഇതാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൽ ഉറപ്പ്. ഈ ആശിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ മലയാളത്തിലെ ഒരു ട്രാൻസ്ലേഷൻ പ്രോഗ്രാം. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ദ ഫെയ്ത്ത് ഈസ് അഷുറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ. പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അതാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെടുന്നത്, കാണുന്ന പ്രത്യാശയല്ല. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നും ശരിക്കുള്ള പ്രത്യാശയല്ല. ബൈബിൾ പറയുന്ന പ്രത്യാശയല്ല. നമുക്ക് നാളെ ജോലി ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ജോലി കിട്ടുമെന്ന് പറയുന്നത് ബൈബിൾ പറയുന്ന പ്രത്യാശയൊന്നുമല്ല. കിട്ടത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ദൈവം ഈ ഭൂമിയിലും ആ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയും ദൈവമക്കളുടെ ആവശ്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇതൊന്നും ഒരു റിയൽ പ്രത്യാശയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് കാണുന്നത് പ്രത്യാശയല്ല. എബ്രായ ലേഖനം പറയുകയാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് യഥാർത്ഥത്തിലുള്ള പ്രത്യാശയും യഥാർത്ഥത്തിലുള്ള വിശ്വാസവും. അന്നേരം പൗലോസ് പറയുകയാണ് പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെടുന്നത്, കാണുന്നത് പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായിട്ട് ഇനി പ്രത്യാശിക്കുന്ന എന്ത്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി നാം ക്ഷമയോടെ കാത്തിരിക്കും. അന്നേരം ദൈവമക്കളുടെ റിയൽ പ്രത്യാശ ആ കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ തേജസ്കരിക്കപ്പെടുമെന്നുള്ളതും നമ്മളുടെ ഈ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് നമ്മൾ കൺസ്ട്രക്ട് ആകും. അതുവരെ നമുക്ക് ഇപ്പൊ ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുന്ന എന്തൊക്കെ പറയുന്നെങ്കിലും നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ ഈ ശരീരം ശരിക്കും പാപത്തിന് കീഴ്പ്പെട്ട ശരീരം തന്നെയാണ്. ആ പാപത്തിന് ഇൻഫ്ലുവൻസ് ഇപ്പോഴും നമ്മുടെ ശരീരത്തിൽ. ഇതിൽ നിന്നൊരു പൂർണ്ണമായിട്ടുള്ള ഒരു വിടുതൽ. എന്നാൽ ഇതിനെന്താണ് ഉറപ്പ്? ഇതിനെന്താണ് ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ശരീരം തേജസ്കരിക്കപ്പെട്ട ആരെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് എന്താണ്, നമ്മൾ ക്രിസ്ത്യാനിറ്റി ചോദിക്കുകയാണ്, നിങ്ങൾ ബാക്കിയുള്ളവർ നമ്മൾ എല്ലാവരും, ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളല്ലേ അല്ലേ? രണ്ട് ഉറപ്പുണ്ട് ബൈബിളിൽ. ഇത് കണ്ട ഉറപ്പൊന്നുമല്ല. കണ്ട ഉറപ്പാണെങ്കിൽ അത് പ്രത്യാശിക്കേണ്ട കാര്യമില്ലെന്ന് പറയും. രണ്ടുറപ്പിൽ ഒന്നെന്ന് പറയുന്നത് ഒരു വ്യക്തി ഉയർത്തെഴുന്നേറ്റു, ഫിസിക്കലായിട്ട് തന്നെ ഉയർത്തെഴുന്നേറ്റു. അത് യേശു ക്രിസ്തുവാണ്. അതാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പുള്ളതിന്റെ ഒന്നാമത്തെ ഉറപ്പ്. ഇത് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം. രണ്ടാമത്തേത്, നമ്മുടെ ഉള്ളിൽ ആത്മാവെന്ന ആദ്യദാനം നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ശരീരം വീണ്ടെടുക്കുമെന്നുള്ളത്. അതാണ് അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം. ആദ്യത്തെ ദാനം നമുക്ക് ലഭിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ പ്രോമിസ് ഇൻഹെറിറ്റൻസിന്റെ ആദ്യത്തെ ഭാഗം നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് 23-ാമത്തെ വാക്യത്തിൽ ഹാവിംഗ് ദ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്, അല്ലെങ്കിൽ അച്ചാരം, എഫെസ്യൻസിൽ പറയുമ്പോൾ അച്ചാരം ലഭിച്ചിരിക്കുന്നുണ്ട്, ദൈവം നമ്മുടെ ശരീരത്തെ വീണ്ടെടുക്കുമെന്നുള്ള ഉറപ്പുണ്ട്. ഇതാണ് ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിക്കുള്ള ഉറപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, ഞാൻ രക്ഷയുടെ ഉറപ്പിൽ വിശ്വസിക്കുന്നു. രക്ഷ തള്ളിക്കളയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ രക്ഷയുടെ ഉറപ്പ്. ആ ഒരു ഉറപ്പില്ലാതെ ഒരു വിശ്വാസിക്ക് ഈ ഭൂമിയിൽ വിശ്വാസ ജീവിതം നയിക്കാനൊന്നും കഴിയുന്നില്ല. അല്ലെ, എപ്പം സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉറപ്പും ഇല്ലാതെ ജീവിക്കുന്ന വിശ്വാസ ജീവിതം അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ഒരു ഉറപ്പുള്ളതാണ്. പലപ്പോഴും വിശ്വാസികളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടാണോ, സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകുമോ പോകത്തില്ലയോ എന്നുള്ളൊരു പെർപ്ലക്സ്ഡ് ആയിട്ട്. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കാനൊന്നും കരുത്. പലപ്പോഴും ഈ പ്രാസംഗികര് ആൾക്കാരെ ഇൻസെക്യൂർ ആക്കുന്നത് നരകത്തിൽ പോകുമെന്നുള്ള പേടിയും കൊണ്ട് ആൾക്കാർ വിശുദ്ധ ജീവിതം നയിച്ചു പോകുന്നുള്ള വിചാരത്തിലാണ്. അങ്ങനെയൊന്നും അല്ല ബൈബിൾ വിശ്വാസ ജീവിതവും അല്ലെങ്കിൽ വിശുദ്ധ ജീവിതവും ഒക്കെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ജീവിതം ശരിക്കും സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുന്നത്, അല്ലാതെ നരകത്തിൽ പോകുന്നുള്ള പേടിയും കൊണ്ടല്ല. നരകത്തിൽ പോകണമെന്നുള്ള പേടിയിൽ ജീവിക്കേണ്ട ഒരു ആൾക്കാരല്ല വിശ്വാസികൾ. ഉറപ്പോടുകൂടി ആത്മാവിനെ അനുസരിച്ച് ദൈവത്തിന്റെ പുത്രത്വത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ജീവിക്കേണ്ടത്. എന്നാൽ ജഡത്തെ അനുസരിച്ച് മുമ്പോട്ട് പോയാൽ അതിലൊരു കോൺസിക്വൻസ് എൻ്റെ മരണമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഞാൻ അതിന്റെ വീണ്ടും പഴയതിലേക്ക് പോകുന്നില്ല. അന്നേരം പറയാണ്, അങ്ങനെ ആ ഒരു ഉറപ്പുള്ള, ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനെ മരിച്ചവരെന്ന് ഉറപ്പിച്ചവരുടെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെങ്കിൽ അത് നമ്മുടെ മറ്റ് ശരീരങ്ങളെ ഈ ഭൂമിയിൽ വെച്ച് ആത്മാവിനനുസരിച്ച് നടത്താനായിട്ട് നമ്മൾ എനേബിൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ബോഡിയെ റെസറക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ഇതിന് നമ്മൾക്ക് ഈ ഭൂമിയിലെ ഈ ഒരു ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്ന വേറൊരു വ്യക്തിയുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആത്മാവിനാൽ നടത്തുന്ന ആ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായിട്ട് നമ്മുടെ ഉള്ളിൽ ഞരങ്ങുമ്പോൾ നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നുണ്ട്. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ഈ ഒരു ബലഹീനത എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും പോലെ പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് അറിയില്ല എന്നുള്ള ബലഹീനത. എന്താണ് കാര്യം? ഇപ്പൊ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല. നമ്മുടെ ഹിതം അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ആത്മാവിനനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് പലപ്പോഴും ചില കാര്യങ്ങളിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു പ്രശ്നമുണ്ടാകും. നമ്മുടെ പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവത്തിന്റെ ഹിതമാണോ എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന്, ആത്മാവെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എസ് ആണ്. അന്നേരം ഹോളി സ്പിരിറ്റ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അത് മനസ്സിലാക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ഇന്റർസീഡ്. ഈ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ക്ലിയർ അല്ല. ചിലർ പറയുന്നത് അന്യഭാഷയാണെന്ന് പറയുന്നത്, എനിക്കറിയില്ല അത് കറക്റ്റ് ആണ് അതാണെന്ന്. ഇല്ലെങ്കിൽ നമ്മുടെ ഞരക്കമായിരിക്കാം. നമുക്ക് ആ ഒരു ദൈവത്തിന്റെ ഇഷ്ടം എനിക്ക് തിരിച്ചറിയാൻ, കർത്താവ് ഇതിന്റെ ഹിതമാണോ അല്ലേ എന്ന് അറിയാതെ ഞാൻ കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ആ ഞരക്കമായിരിക്കാം. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒന്നായിരിക്കാം, എന്നാൽ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേറൊന്നായിരിക്കാം. നമ്മൾ ചിലപ്പോൾ ഇന്ന കാര്യമാണ് വേണ്ടതെന്ന് പ്രാർത്ഥിക്കുകയാണ്, എന്നാൽ നമ്മൾ അതിന്റെ കൂടെ പറയാണ് കർത്താവെ നിന്റെ ഹിതം നടക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ ആത്മാവ് ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കും. ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. അന്നേരം ആത്മാവ് നമ്മുടെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നുണ്ട്. ആത്മാവിന്റെ ചിന്ത എന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവരാണ്. അന്നേരം ആ ആത്മാവിന്റെ ചിന്തകൾ യഥാർത്ഥത്തിൽ ദൈവിഷ്ടം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ. അതാണ് നേരത്തെ പറഞ്ഞത്, ആത്മാവിനെ നടത്തപ്പെടുന്ന വ്യക്തികൾ. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് താഴോട്ട് പറയുന്ന എല്ലാം ആ ജഡീക ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ആപ്ലിക്കബിൾ ആയിട്ടില്ല. ജഡീകനായിട്ടൊരു ക്രിസ്ത്യാനി ഒരിക്കലും ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പ്രാർത്ഥിക്കുന്നവരെല്ലാവരും ആത്മീയരുന്നില്ല. പ്രാർത്ഥിക്കുന്നവർ മിക്കവരും ജഡീകമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ മതത്തിലും അത് തന്നെയാണ് നടക്കുന്നത്, അല്ലെ? എല്ലാ മതങ്ങളിലും എല്ലാ ദൈവങ്ങളോടും അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ ദൈവത പ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ കാര്യം സാധിക്കാൻ വേണ്ടിയില്ല, ദൈവം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നത്. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ മനസ്സ് ബുദ്ധിക്കൂരാണ് ദൈവഹിതം തിരിച്ചറിയാൻ വേണ്ടി ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ വാക്കുകളിലുള്ള പ്രാർത്ഥനയേക്കാൾ കൂടുതൽ ചിലപ്പോൾ വ്യക്തിയുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് വേണ്ടി, ദൈവഹിത പ്രകാരം ഇന്റർസീഡ് ചെയ്യുകയും ദൈവം ആ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ആ വ്യക്തി യഥാർത്ഥത്തിൽ ദൈവാത്മാവിനാൽ ആ വ്യക്തി നടത്തപ്പെടുകയും ചെയ്യും. ഞാനത് വാക്കുകൾ നിർത്തട്ടെ. ഈ 28-ാമത്തെ വാക്യം മുതൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണെങ്കിലും വേറൊരു വിഷയമാണ്. തിയോളജിക്കലി പലതരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻ ഒക്കെയുള്ള വാക്യമായതുകൊണ്ട് ആണ് ഞാനത് ഇപ്പോൾ എടുക്കാത്തത്, എന്റെ കൂട്ടത്തിൽ എടുക്കാതെ ഞാൻ നിർത്തുന്നത്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ 28 വാക്യങ്ങളും പിന്നെ മുമ്പോട്ടുള്ള അധ്യായങ്ങളും നമുക്ക് ചിന്തിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും സംശയങ്ങളോ ക്ലാരിറ്റിയോ വല്ലതും വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ആൻസർ ചെയ്യാൻ ശ്രമിക്കും. ബ്രദറെ, പിന്നെ നമ്മള് ഈ ശിശുക്കളെ പറ്റി പറഞ്ഞായിരുന്നല്ലോ മറ്റേ ഇതില് ഈ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 3 നിന്ന് വായിച്ചില്ലേ, 1-ാമത്തെ വാക്യത്തിൽ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെ അല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഈ ക്രിസ്തുവിൽ ശിശുക്കൾ എന്ന് പറയുമ്പം അവർ രക്ഷിക്കപ്പെട്ടവരെ പറ്റി തന്നെയല്ലേ പറയുന്നത്? അതുകൊണ്ടാണ് ആകെ സഹോദരന്മാരെ എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ജഡീകനായിട്ടിരിക്കുക. അന്നേരം ജഡീകൻ എന്നുള്ള വാക്ക് എപ്പോഴും രക്ഷിക്കപ്പെട്ട വ്യക്തിയെ പറ്റി ബൈബിൾ പറയുന്നു. ജഡീകൻ എന്നുള്ള വാക്ക് രക്ഷിക്കപ്പെടാത്ത വ്യക്തിയായിട്ടല്ല പറയുന്നത്. രക്ഷിക്കപ്പെടാത്ത വ്യക്തിക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രാകൃതൻ എന്നാണ്, അല്ലെങ്കിൽ നാച്ചുറൽ മാൻ, സ്വാഭാവിക മനുഷ്യൻ. അന്നേരം 3-ാമത്തെ അധ്യായത്തിൽ അത് രക്ഷിക്കപ്പെട്ടവരെ പറ്റി സഹോദരന്മാരത്തെ പറയുന്നത്. സഹോദരന്മാരെ, നിങ്ങളോട് ആത്മീയന്മാരെന്ന പോലെയല്ല ജഡീകന്മാരോടത്ത്. അന്നേരം സഹോദരന്മാരാണ്, അവർ ആത്മീയരല്ല, ജഡീകരാണ്. ഓക്കെ. അപ്പം ഈ നമ്മള് അങ്ങനെ വരുമ്പോൾ നമ്മളെ ദാവീദിന്റെ സങ്കീർത്തനമുണ്ടല്ലോ, 51-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 11-ാമത്തെ വാക്യത്തില് നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ എന്നൊരു വാക്യമുണ്ടല്ലോ. അപ്പൊ അതില് ഈ ദാവീദിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിച്ചിരുന്നുവെന്നും ഇപ്പൊ പരിശുദ്ധാത്മാവിനെ എടുക്കരുത് എന്നും
രക്ഷയുടെ സന്തോഷം ഇപ്പൊ നഷ്ടമായി, അതെനിക്ക് തിരികെ തരയണമെന്നല്ലേ പറയുന്നത്? അതെ. എന്താ ചോദ്യം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ചോദ്യം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ശൈശവാവസ്ഥയാണോ എന്ന് ഞാൻ ചോദിക്കുന്നത്, ദാവീദിന്റെ. കാരണം ഈ ദാവീദ് പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിക്ക് അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. കാരണം പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവ് വ്യക്തി അവരുടെ ഉള്ളിൽ വന്നിരുന്നു, പക്ഷെ അത് പെർമനന്റ് ആയിരുന്നില്ല. അവര് പരിശുദ്ധാത്മാവ് പോവുകയും വരികയും വന്നിട്ടുണ്ട്. ശൗലിൽ നിന്ന് പരിശുദ്ധാത്മാവ് പോകുന്നുണ്ട്, വരുന്നുണ്ട്. ശിംശോനിൽ നിന്ന് പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ പോയാൽ മാത്രമേ പരിശുദ്ധാത്മാവ് എന്നേക്കും വസിക്കേണ്ടതിനായിട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരത്തുള്ളൂ. അന്നേരം വ്യത്യാസം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ പ്രാർത്ഥനകളൊന്നും അതൊന്നും ഇപ്പോഴത്തെ നമുക്ക് ആപ്ലിക്കബിൾ അല്ല ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നേക്കും പെർമനന്റ് ആയിട്ട് വസിക്കാനായിട്ട് റെസിഡന്റ് ആയിട്ട് വരുന്നത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉള്ളിൽ മാത്രമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലും യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറയുമ്പോൾ യോഹന്നാൻ ആഡ് ചെയ്യുന്നത് അവൻ യേശുക്രിസ്തു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം പരിശുദ്ധാത്മാവ് പെർമനന്റ് ആയിട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്നതോടുകൂടിയാണ് പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി ദൈവമകനാകും, ശിശുവായിട്ട് ജനിക്കുന്നത്. ഞാൻ പറയുന്നത് പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ റോമാലേഖനത്തിലൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിശുദ്ധാത്മാവ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിത്യമായിട്ട് വസിക്കാൻ വരുമ്പോഴാണ് ആ വ്യക്തി ആത്മീയ ശിശുവായിട്ട് ജനിക്കുന്നത്. എന്നാൽ ആ വ്യക്തി ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോഴാണ് ആ വ്യക്തി ആത്മീയനാവുന്നത്, അവൻ പുത്രത്വത്തിന്റെ അവസ്ഥയിൽ വരുന്നത്. അല്ലെങ്കിൽ അവൻ ജനിച്ചവനാണ്, അവൻ ശിശുവാണ്, അവൻ ജഡീകനാണ്. അത് നമുക്ക് പഴയ നിയമത്തിലെ ഒരു ആളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പഴയ നിയമത്തിൽ ദാവീദിൻ സങ്കീർത്തനമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞ പുതിയ നിയമത്തിലെ ഈ പ്രിവിലേജുകളൊന്നും ആ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്ന ആൾക്കാരില്ല. അവർ ജസ്റ്റിഫൈഡ് ആയിരുന്നു, നീതീകരിക്കപ്പെട്ടവരായിരുന്നു വിശ്വാസത്താൽ. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വസിച്ച് ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ പുതിയ നിയമ അവസ്ഥയിൽ ജീവിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് റോമാലേഖനം 8-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിലെ ഒരു വ്യക്തിക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള, പഴയ നിയമത്തിൽ ഒരാൾക്കും കഴിയാതിരുന്ന ഒരു ജീവിതമാണ് 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. അതിനകത്ത് പ്രധാനമായിട്ട് ചോദിച്ചെന്ന് പറയാം, രക്ഷയുടെ സന്തോഷം തിരികെ തരണമെന്ന് പറയാം. അപ്പം ഈ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പിന്നെ സന്തോഷം ഉണ്ടാകുമല്ലോ, രക്ഷയുടെ ഒരു സന്തോഷം ഉണ്ടാകുമല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ചോദിച്ചു. അപ്പൊ ഈ ശിശു ആണെന്നുണ്ടെങ്കിൽ ആ സന്തോഷം ഉണ്ടാകുമോ എന്നുള്ളത്? ഇല്ല. ഒരു ജഡീകനെ സംബന്ധിച്ചിടത്തോളം ആ സന്തോഷം, അതാ പറഞ്ഞിരിക്കുന്ന ആ ദൈവത്തിന്റെ ആത്മീയ അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ ആ വ്യക്തി കഴിയത്തില്ല. ജഡീകനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവവേദലാണ്, പക്ഷെ അവൻ സ്ലേവിനെ പോലെയാണ്. അവന് അപ്പന്റെ അധികാരങ്ങളൊന്നും ആത്മീയമായിട്ടുള്ള സന്തോഷം ഇപ്പൊ റോമാലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട്, ദൈവരാജ്യം എന്നുള്ള ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷം അത്ര. ഈ സന്തോഷം ഒന്നും ഒരു ജഡീകനായിട്ടുള്ള വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല ഈ ഭൂമിയിൽ. ആ വ്യക്തിക്ക് തിയറിറ്റിക്കലി ആ വ്യക്തി വേണമെങ്കിൽ മകനാണെന്ന് പറയാനായിട്ട് കഴിയും, അത്രേ ഉള്ളൂ. ആത്മീയമായിട്ടുള്ള ഇൻഹെറിറ്റൻസ് ഒന്നും ഈ ഭൂമിയിൽ വെച്ച് ജഡീകൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ആത്മീയമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനും കഴിയത്തില്ല. ഒരു വീട്ടിലെ ഒരു കൊച്ചിന് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാത്ത പോലെ തന്നെ ഒരു ഉത്തരവാദിത്വം കൊടുക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാകാനായിട്ടും കഴിയത്തില്ല. അതാണ് പൗലോസ് പറയുന്നതിന്റെ കാര്യം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പിന്നെ ആ സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ശിശു എന്നുള്ള ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകുമ്പോഴാണ് സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അതെ, ഈ ശിശു എന്ന നിലയിൽ ഞാൻ പറഞ്ഞു, വീണ്ടും ജനിച്ച ഒരു വ്യക്തി ശിശു ആണെന്ന് പറയുന്നതും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ വ്യക്തി ശിശു ആണെന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആത്മീയ ഇല്ലാത്ത വ്യക്തികളെയാണ് ശിശു എന്നും ജഡീകൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. അല്ലാത്ത വ്യക്തികളെ ശിശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ആ വർഷങ്ങൾ കൊണ്ടിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, കാലം വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇത്രയും ആത്മീയമായിട്ട് വളരേണ്ടതാകും. അന്നേരം ഒരു ആത്മീയമായിട്ട് ജനിച്ച ഒരു വ്യക്തിക്ക് ശിശു ആണെങ്കിൽ ആത്മീയ സന്തോഷമൊക്കെ ഉണ്ടാകും, യഥാർത്ഥമുള്ള സന്തോഷം ഉണ്ടാകും. ആ വ്യക്തി അത്ര എക്സ്പെക്ട് ചെയ്യും, ദൈവം അത്ര എക്സ്പെക്ട് ചെയ്യുന്നു. അത് അങ്ങനെയാണ് വളരുന്നത്. പത്രോസ് പറയുന്നുള്ളൂ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന വായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കും. ഞാനത് പറഞ്ഞപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ശിശു എന്നുള്ളതിന് രണ്ട് അർത്ഥമുണ്ട്. ഒന്ന്, ഇപ്പോൾ ജനിച്ച ശിശുവുണ്ട്, ആ വ്യക്തി ദൈവബോധലുമാണ്, ആ വ്യക്തിക്ക് ആത്മീയ സന്തോഷം അനുഭവിക്കാൻ കഴിയും, എല്ലാം അനുഭവിക്കാൻ കഴിയും. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആത്മീയ വളർച്ച എത്താത്ത ശിശുക്കളുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാണ് ജഡീകൻ, അവർക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നൊരു ശിശു എന്നുള്ള പദം എല്ലായിടത്തും ഒരുപാട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാച്ചുറലി അത് ഒരു ശിശുവാണ്, അപ്പോൾ അന്നേരം ജനിച്ചിട്ടുള്ളൂ. ആ വ്യക്തിക്ക് കാര്യങ്ങൾ നടക്കാൻ പഠിച്ചു വരുന്നുള്ളൂ. അപ്പൊ ഒരു കൊച്ച് ഒരു വയസ്സുള്ള 8 മാസമുള്ള ഒരു കൊച്ച് നടക്കാൻ പ്രാക്ടീസ് ചെയ്യുന്ന പറഞ്ഞാൽ അത് നോർമലാണ്. 30 വയസ്സുള്ള ഒരാൾ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ജഡീകൻ എന്നുള്ള വാക്ക് കാണുന്നത്.
അതെ, അപ്പം ഈ രക്ഷയുടെ സന്തോഷം, ഇപ്പം ദാവീദ് പാപം ചെയ്തപ്പോഴാണല്ലോ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയതായിട്ട് പറയുന്നത്. അതെ. അപ്പം അതേപോലെ ഒരു വിശ്വാസത്തിൽ വന്ന ഒരാളുടെ ജീവിതത്തിൽ ഒരു പാപം ഉണ്ടായി കഴിഞ്ഞാൽ ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ട ആ ശിശുവിന്റെ അവസ്ഥയിലേക്ക് വരുമെന്നുള്ളതാണ് ശരിക്കുള്ള ക്വസ്റ്റ്യൻ. ഈ ശിശു എന്നുള്ള അവസ്ഥ വേറെയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടും. അത് ആ വ്യക്തി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. ആ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ ദുഃഖിപ്പിക്കും. രക്ഷയുടെ സന്തോഷം ആ വ്യക്തിക്ക് നഷ്ടപ്പെടും. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പാപം ചെയ്യും. ആ വ്യക്തി പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയെ ജഡീകൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. എന്നാലും ഒരു വ്യക്തി എന്നിട്ട് പാപം ചെയ്യുന്ന പറഞ്ഞാൽ ആ വ്യക്തി ശിശു എന്ന അവസ്ഥയിലോട്ട് മാറുകയോ ജഡീകൻ എന്ന അവസ്ഥയിലോട്ട് മാറുമോ എന്നൊന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ജഡീകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇടത്തെ അനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് ജഡീകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരു രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പാപത്തിൽ വീഴാനായിട്ട് സാധ്യതയുണ്ട്. അത് യോഹന്നാൻ പറയുന്നുണ്ടല്ലോ, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനായിട്ടിരുന്നു, എന്നാലും നിങ്ങൾ പാപം ചെയ്തെങ്കിലും അല്ല പാപത്തിൽ വീഴും. ആ വ്യക്തിക്ക് അന്നേരം ആത്മീയ സന്തോഷം നഷ്ടപ്പെടുകയും ചെയ്യാം. ആ വ്യക്തിയുടെ ആത്മീയ സന്തോഷം ആ വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവമായിട്ട് റെസ്റ്റോർ ആകുമ്പോൾ അന്നേരം തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്യും. ആ വ്യക്തി ജഡീകനൊന്നുമല്ല. ആ വ്യക്തി ജഡീകനാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. അത് ജഡീകനല്ലാത്ത ആത്മീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആളെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നൊന്നുമില്ല. ഒരു പാപവും ചെയ്യാത്ത വ്യക്തികളെയല്ല ആത്മീയരെന്നും ബൈബിൾ പഠിപ്പിക്കുന്നത്. ആത്മീയൻ എന്ന് പറഞ്ഞിരിക്കും, ഞാനതുകൊണ്ട് ഈ ക്ലാസ്സുകളിൽ പറഞ്ഞത് അതൊരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിയാണ്. ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തി വീഴത്തില്ല എന്നൊന്നും ബൈബിൾ പഠിപ്പിക്കുന്നൊന്നുമില്ല. ആ വ്യക്തി വീണാൽ എഴുന്നേറ്റ് ആ വ്യക്തി മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് ആ വ്യക്തി ഓട്ടം ഓടും. ആ വ്യക്തി ജഡീകനൊന്നുമില്ല. ഒരു പാപത്തിൽ വീഴുന്ന ആ വ്യക്തി ജഡീകനാണെന്ന് പറയാൻ ഇടയ്ക്കില്ല. പക്ഷെ അവൻ പാപത്തിൽ കണ്ടിന്യൂ ചെയ്യാണ്. അവൻ തിരിച്ചു വരുന്നില്ലേ, മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്നില്ല, ഇല്ലെങ്കിൽ ആ വ്യക്തി ജഡീകനാണ്. ഒരു ശിശു എന്നുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ജഡീകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാപത്തിൽ വീഴുന്ന വ്യക്തി എന്നുള്ളതല്ല, ജഡത്തെ അനുസരിച്ച് നടക്കുന്ന വ്യക്തി, ആത്മീയമായിട്ട് വളരാത്ത വ്യക്തിയാണ്. ക്ലിയർ ആണ് ബ്രദറെ. ഈ പുത്രത്വത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഈ പുത്രത്വത്തിന് നമുക്ക് പല ലെവലുകളുണ്ടോ? അതായത് ഈ മക്കളും പുത്രത്വവും തമ്മിൽ വ്യത്യാസമുണ്ടോ? അപ്പൊ ഓക്കെ, അത് ഞാൻ പറഞ്ഞ ആ ഒരു കോണ്ടെക്സ്റ്റില് പുത്രൻ എന്ന് പറയുന്നത് ഇത് മുതിർന്ന ഒരു മെച്യൂർ മകൻ എന്നുള്ള അർത്ഥത്തിലാണ് പുത്രൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ, മലയാളത്തിൽ അത് മക്കൾ എന്നുള്ള അതേ പദം തന്നെയാണ്. പക്ഷെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച എല്ലാവരും മക്കളാണ്. ദൈവമക്കള് ഈ എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ്. ഈവൻ ജഡീകനായിട്ടുള്ള ആ വ്യക്തികൾ പോലും മക്കളാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ പൗലോസ് പറഞ്ഞിരിക്കുന്നത് സഹോദരന്മാരെ എന്ന് പറഞ്ഞ് തീർത്തുന്നത്. ഈവൻ അവരെ പോലും അഡ്രസ്സ് ചെയ്യുന്ന, തുടങ്ങുമ്പോൾ അഡ്രസ്സ് ചെയ്യുന്ന വിശുദ്ധന്മാരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ചില പദങ്ങൾ എല്ലാവർക്കും ആപ്ലിക്കബിൾ. രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവമക്കളാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും അത് ദൈവഭവനത്തിൽ ജനിച്ചവരാണ്. എന്നാൽ മക്കൾ എന്ന് പറയുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റില് ഒരു സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് കഴിയുന്ന, സ്പിരിച്വൽ മെച്യൂരിറ്റിയിലോട്ട് വന്ന വ്യക്തികളെയാണ് പുത്രൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. അഡൽട്ട്ഹുഡിലേക്ക് കടന്ന വ്യക്തികൾ, ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ പുത്രൻ എന്നുള്ള പദം പറഞ്ഞിരിക്കുന്നത്. പുത്രത്വത്തിന് പല അവസ്ഥകൾ എന്ന് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പുത്രൻ മകനാകുന്നതിന് ഒറ്റ അവസ്ഥയുള്ളൂ. എന്നാൽ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലോട്ട് എത്തിയ വ്യക്തികളാണ് പുത്രന്മാർ, ദൈവത്തിന്റെ മക്കൾ. മലയാളത്തിൽ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇംഗ്ലീഷിൽ സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഒരു അഡൽട്ടായിട്ടുള്ള മകൻ എന്നുള്ളത്. അതൊരു സ്പിരിച്വൽ മെച്യൂരിറ്റി, ആത്മാവിൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയെ പറ്റി പറയുന്ന പദമാണ്. ആത്മാവിനാൽ നടത്തപ്പെടുന്നത്, ആത്മാവിനാൽ ലീഡ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ പറ്റി പറയുന്ന പദം. മനസ്സിലായി? എനിക്ക് ആ ചോദ്യം ഇതാണോ ഉദ്ദേശിച്ചത്? മനസ്സിലായി. ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അവിടെ പറയുന്ന പുത്രത്വം, രണ്ടാമത്തെ ഭാഗത്ത് പറയുന്ന പുത്രത്വം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായിട്ടുള്ള പുത്രത്വമാണ്. നമ്മുടെ ഫിസിക്കൽ റിസറക്ഷൻ ആണ് കംപ്ലീറ്റ് ആവുന്ന അതിന്റെ ഒരു കംപ്ലീഷൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് വേറൊരു പുത്രത്വമാണ്. അത് നമ്മൾ ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തികൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുമ്പം കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഫിസിക്കൽ റിലേറ്റിൽ നിന്ന് തന്നെ മാറി ദൈവത്തിന്റെ തേജസ്കരണത്തിലേക്ക് പോകുന്നതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഈ പറഞ്ഞത് ഈ ആത്മാവിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുത്രത്വത്തിന്റെ ആത്യന്തികമായ കംപ്ലീഷൻ, വെച്ചാൽ അതിന്റെ പൂർത്തീകരണം. ആത്മാവിന്റെ വീണ്ടെടുപ്പായിട്ട് പുത്രത്വമല്ല, ശരീരത്തിന്റെ വീണ്ടെടുപ്പായിട്ട് പുത്രത്വമാണ് അവിടെ പറയുന്നത്. അത് ആ കംപ്ലീഷൻ ആയിട്ടുള്ള ആ ലെവലിൽ ജനിച്ചാൽ പോരെ. അതായത് തേജസ്കരണത്തിനെ പറ്റി അവിടെ പറയുന്നത് ആ കോണ്ടെക്സ്റ്റിൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പായിട്ട് പുത്രത്വമാണ് പറയുന്നത്. അന്നേരം അതിന്റെ ആ ഒരു കംപ്ലീഷൻ ശരീരത്തിന്റെ തേജസ്കരണത്തിലാണ് കംപ്ലീറ്റ് ആവുന്നത്. അതെ.
ആത്മാവിന്റെ പിന്നെ ഈ വീണ്ടെടുപ്പ് നമുക്ക് നടന്നു, നമ്മൾ ദൈവമക്കളായി തീർന്നു, നമ്മൾ അതെ അതെ ആത്മാവിനനുസരിച്ച് നടക്കുന്നു. അങ്ങനെ ആത്മാവിനനുസരിച്ച് നടക്കുന്ന നമ്മളുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിൽ കൂടിയാണ് അത് കംപ്ലീറ്റിലേക്ക് വരുന്നു. ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പിൽ നിന്റെ പുത്രത്വത്തിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതെ ഓക്കെ. അതുപോലെ ഈ കഷ്ടതകളെ പറ്റി പറഞ്ഞല്ലോ. അപ്പം കഷ്ടതയുടെ കാരണങ്ങള് വീഴ്ച വന്ന ഭൂമിയിലുള്ള കഷ്ടങ്ങള്, പിന്നെ ക്രിസ്തു നിമിത്തമുള്ള കഷ്ടങ്ങള്, ആത്മാവിനാൽ നടക്കുമ്പോൾ അതിനുവേണ്ടി ഫേസ് ചെയ്യുന്ന കഷ്ടങ്ങള്, പിന്നെ നമ്മുടെ ഈ 3 തരങ്ങളിലുള്ള കഷ്ടങ്ങളെ പറ്റി സാറും പറഞ്ഞല്ലോ. കഷ്ടത. അപ്പം അതുപോലെ ജഡത്ത് നമ്മൾ പാപത്തിൽ ജീവിക്കുക അല്ലെ. 1 കൊരിന്ത്യൻസ് അതിന്റെ 11 പറയുന്നതിന്റെ കൂട്ടെ അവിടെ ആ കോണ്ടെക്സ്റ്റിൽ, അതായത് നമ്മൾ മാനസാന്തരപ്പെടാതെ കർത്തൃമേശ എടുക്കുന്ന ഒരു സാഹചര്യത്തെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. പലരും രോഗികളും പലരും മരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അതും ഒരു കഷ്ടതയാണല്ലോ. അതായത് നിങ്ങളിൽ ചിലരെന്നാ പറയുന്നത്. അപ്പം കഷ്ടതകള് നമ്മള് ഈ 3 കാരണങ്ങളും പിന്നെ സ്വന്തം പാപത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള ഒരു തലത്തിലും കഷ്ടങ്ങൾ വരത്തില്ലേ? വരും. എല്ലാ കാര്യത്തിലും ആ കഷ്ടതകളും വരും. ഓക്കെ. പക്ഷെ ഞാനിത് ജനറലി അത് 2 കാര്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. കഷ്ടതകൾ ഇപ്പം ആത്മാവിനനുസരിച്ച് പാപം ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന കഷ്ടതകളും ഉണ്ടാവും, എബ്രാഹിം ലേഖനത്തിൽ പറയുന്ന പോലെ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 കഷ്ടതകൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന നമുക്ക് സാരമില്ല എന്ന് കാണാവുന്ന കഷ്ടതയും നമ്മുടെ തേജസ്സിന് കാരണമാവുന്ന കഷ്ടതയുമാണ് ഞാൻ പറഞ്ഞത്. 2 കഷ്ടത. 2 കഷ്ടതയിൽ ഒന്ന് നമുക്ക് കുഴപ്പമില്ല എന്നാണ്, നമ്മൾ സാരമില്ല, കാരണം അത് ടെമ്പററിയാണ്. മറ്റേത് സാരമില്ല എന്ന് കാണണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മളതിൽ പ്രശംസിക്കാൻ നമുക്കത് പ്രയോജനം ഉണ്ടാകുന്ന കഷ്ടതയാണ്. ഇത് കർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഉള്ള കഷ്ടതയാണ്. അത് പല ആൾക്കാരിൽ നിന്നുള്ള കഷ്ടതയാണ്. ദൈവവചനത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കഷ്ടത ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്തേക്കാം. അന്നേരം നമ്മൾ കഷ്ടത ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ നമുക്ക് ആ കഷ്ടത ഒഴിവാക്കാം. മറ്റേത് നമുക്ക് കഷ്ടത ഒഴിവാക്കാവുന്ന കഷ്ടത അല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ള കഷ്ടതയാണ്. കർത്താവ് നമുക്ക് നിമിത്തമുള്ള കഷ്ടത നമുക്ക് ഒഴിവാക്കാവുന്ന കഷ്ടതയാണ്. ആ ഒഴിവാക്കാവുന്ന കഷ്ടത നമ്മൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് അതിനുള്ള തേജസ് നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. ഫെബ്രുവരി പ്രാർത്ഥിക്കാം. സുഹൃതാവേ, വീണ്ടും ഒരു സമയം കൂടെ നിന്റെ സന്നിധിയിൽ നിന്റെ വചനത്തിന്റെ കർത്താവെ ആ മാധുര്യം ഒന്ന് അറിയുവാൻ തക്കോണം ഞങ്ങൾക്ക് തന്ന കർത്താവ് അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ സോദരനെ കൃത്തോളം സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങള് വിശ്വാസത്താൽ കർത്താവ് ഞങ്ങൾ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവ് വിശ്വാസത്താൽ ആത്മാവിനനുസരിച്ച് നടന്ന് ഞങ്ങളുടെ തേജസ്കരണം പ്രാപിക്കേണ്ടത് അതിനായിട്ട് ഞങ്ങളെ വെച്ചിരിക്കുന്നു ഞങ്ങൾ അറിയുന്നല്ലോ. ഞങ്ങളുടെ ജഡത്തില് കർത്താവെ അത് സാധ്യമാകാതിരിക്കുമ്പോൾ നിന്റെ ആത്മാവിനാൽ ഞങ്ങൾക്ക് തുണയും ഗൈഡൻസും ശക്തിയും തന്ന് കർത്താവ് നടത്തുവാൻ തക്കോണം നീ ക്രൂശിലൂടെ ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കാനായിട്ട് സ്തോത്രം ചെയ്യുന്ന യേശുവേ. പിതാവേ, അങ്ങ് ആഗ്രഹിക്കുന്ന അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പുത്രത്തിന്റെ പൂർണ്ണത പ്രാപിക്കുവാൻ തക്കോണം കർത്താവെ ആത്മാവിനനുസരിച്ച് മുമ്പോട്ട് നടക്കുവാൻ ഇനി ഞങ്ങളെ കർത്താവെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളെ ശ്രദ്ധയോടെ ഞങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കൃപയിൽ ബലപ്പെട്ട് നിൽക്കുവാൻ ഞങ്ങൾ എല്ലാവരും സഹായിക്കണമേ. വീണ്ടും ഇവിടെ ഒരുപാട് നിന്റെ കൃപയിൽ നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ.